السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله من اهتدى بهداهم الى يوم الدين. اما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തവസ്സുലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ സംസാരത്തിൽ നമ്മുടെ സുഹരി സംസാരിക്കേണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ വിവിധങ്ങളായ മുസ്ലിം സംഘടനകളുണ്ട്. ആ മുസ്ലിം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷ്യവും അവരുടെ ആശയ സ്രോതസ്സുകളും അവർ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളുമെല്ലാം കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകൾക്ക് കുറെയൊക്കെ വ്യക്തമാണ്, മനസ്സിലായിട്ടുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടന വേർതിരിഞ്ഞു നിൽക്കുന്ന സുപ്രധാനമായ ഘടകം അത് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയുടെ പോഷക ഘടകം എന്നതുകൊണ്ട് മാത്രമല്ല, ഇതം പര്യന്തം ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ ആശയങ്ങളും ആദർശങ്ങളും അവർ സംസാരിക്കുമ്പോൾ അതിനെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രമാണങ്ങളുടെയും പ്രത്യേകത കൊണ്ടാണ് ആ സംഘം വേർതിരിഞ്ഞു നിൽക്കുന്നത്. കേരളത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിത സംഘടന, ആ പണ്ഡിത സംഘടനയുമായി ആശയ വ്യത്യാസമുണ്ടായതിന്റെ പേരിലാണ് പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സമസ്തയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരും ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയെ ആശയപരമായി എതിർക്കാനും അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനും വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്ന. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധ വെക്കേണ്ടുന്ന സുപ്രധാനമായ രണ്ട് പോയിന്റുകളുണ്ട്.
അതിലൊന്ന് കേരള ജംഇയ്യത്തുൽ ഉലമാഇ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന സംഘം ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ്? ആ ആശയത്തിനെതിരാണ് സമസ്ത എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ആ ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സമസ്ത പ്രവർത്തിക്കുന്നത് എന്നാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെച്ച ആദർശം എന്തായിരുന്നു? പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. നേർച്ച വഴിപാടുകളും തേട്ടങ്ങളും പ്രാർത്ഥനകളും അതെല്ലാം അല്ലാഹുവിനോട് മാത്രമാവണം. മനുഷ്യർക്ക് അല്ലാഹു പരസ്പരം അനുവദിച്ചു തന്ന അനുവദനീയമായ മേഖലയിൽ ഒഴിച്ച് അതിനപ്പുറത്തേക്ക് കടക്കുന്ന ഏതൊക്കെ ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് മാത്രമാവണമെന്നതാണ്. ഈ ആദർശം കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന അവരുടെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചതല്ല, മറിച്ച് ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാവരും സമൂഹത്തോട് സംസാരിച്ച സംസാരമാണത്. വിശ്വാസത്തെ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും ഏകസ്വരത്തിൽ പറയുന്നത് അസ്ലു ദഅവത്തിൽ അംബിയാ വസബ്ദത്തു റിസാലത്തിൽ അംബിയാ, അംബിയാക്കളുടെ പ്രബോധനത്തിന്റെ ഏകമാർഗം, ഏകരൂപം, അവരുടെ ദൗത്യത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു എന്നതാണ്. ആരാധന അല്ലാഹുവിന് മാത്രം, അവന് യാതൊരു പങ്കുകാരുമില്ല. പ്രവാചകന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതായിരുന്നു, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ധാരാളമായ തുക, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകല്ല, അതൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. ഈ ആദർശത്തെ പൊളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. അതാണ് ഏറ്റവും രസം. ഈ ആദർശത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുകയും അവരോട് സങ്കടം പറയുകയും സഹായം തേടുകയും തങ്ങളുടെ ആവശ്യങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമെല്ലാം അവരുടെ മുന്നിൽ അർത്ഥിക്കുവാൻ അത് ഇസ്ലാമിന്റെ അടിത്തറയായി പഠിപ്പിക്കാനും വേണ്ടിയാണ് സമസ്ത വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സമസ്ത വരുന്നത് ഇസ്ലാമിന്റെ അസ്ലിനെ പൊളിക്കാനാണ് എന്നാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ എൻ്റെ ഇതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഒരുപക്ഷെ പ്രായമുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം എഫക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പോഴത് മൂല്യന്മാര് പറയാറില്ല. അതുകൊണ്ടാണ്. മുമ്പ് നമ്മളെ നാട്ടിൽ പറയാറുണ്ടാവും, ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫോർമർ ഉദാഹരണം പറഞ്ഞിരുന്നില്ലേ? ഇല്ലേ? ഒരു 10, 50, 40 വയസ്സുള്ള ആളുകൾക്ക് അറിയാം. ട്രാൻസ്ഫോർമറിന്റെ ഉദാഹരണം പറഞ്ഞ എന്തിനായിരുന്നു? അല്ലാഹുവല്ലാത്തവരെ ഇടയാളനാക്കാനുള്ള തെളിവാ പറഞ്ഞത്. ട്രാൻസ്ഫോർമറിന് ഉദാഹരണം പറഞ്ഞു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ PA-യും ഒക്കെയായി ഉദാഹരണങ്ങൾ കേരളത്തിൽ സംസാരിച്ചു വന്നിരുന്നു. എന്തായിരുന്നു അത് തന്നെയാണ്. പക്ഷെ അവരുടെ പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന വലിയ പണ്ഡിതന്മാർ പോലും ഒരു സാധാരണക്കാരന്റെ വിവരമില്ലാത്തവരാണെന്ന് ഈ ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തിയതാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു? അതാ ഈ സംഘടനയുടെ, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ മഹാപണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ വിവരത്തിന്റെ തോതെത്രയാണെന്ന് ഈ ഒരൊറ്റ ഉദാഹരണം മതി. ഏത് ഈ ട്രാൻസ്ഫോർമറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി. കേട്ടോ നിങ്ങൾ? മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്തിനാണ് എനിക്ക് നേരിട്ട് പോകാൻ പറ്റൂല, കാരണം മുഖ്യമന്ത്രിക്ക് എന്നെ മുഖ്യമന്ത്രിക്ക് അറിയില്ല, എന്റെ കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലാൻ പറ്റൂല. അതിനെന്ത് ചെയ്യണം? മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള, എന്നെ അറിയുന്ന, എന്റെ വിഷയങ്ങൾ അറിയുന്ന ഒരാളെ ഞാൻ എന്ത് ചെയ്യാണ്? ഇടയാളനാക്കണം. അയാള്
മുഖ്യമന്ത്രിയോട് സംസാരിക്കും. അപ്പൊ മുഖ്യമന്ത്രിക്ക് അപ്പോഴും എന്നെ അറിയില്ല. പിന്നെ ഇയാൾ അറിയുന്ന ആൾ എന്ന നിലക്ക് എന്നെ പരിഗണിക്കും. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു? എന്താണ് ഈ പറഞ്ഞു വെച്ചത്? യഥാർത്ഥത്തിൽ ഇവരുടെ മഹാപണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ മഹാജാഹിലുകളായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണത്. കാരണം പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്തുണ്ട്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ അറിയണം, അലാ യഅലമു മൻ ഖലഖ, അതെ അവൻ സൃഷ്ടിച്ചവനെ അവൻ അറിയില്ലയോ? വഹുവൽ ലതീഫുൽ ഖബീർ, അവനെല്ലാം ഗൂഢമായി അറിയുന്ന, എല്ലാ വിഷയങ്ങളെ കുറിച്ചും സൂക്ഷ്മമായി വിവരമറിയിക്കുന്നവനാണ്. എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് ആര്? അല്ലാഹു. ഇവിടെയാണ് ശംസുൽ ഉലമ എന്ന് വിളിക്കപ്പെടുന്ന, താജുൽ ഉലമ എന്ന് വിളിക്കപ്പെടുന്ന, മഹാപണ്ഡിത സൂര്യ തേജസ്വികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ മഹാജാഹിലുകളായിരുന്നു. കാരണം എന്റെ റബ്ബിന് എന്നെ അറിയില്ല. പിന്നെ എന്നെ അറിയുന്ന ആരാ? ബഗ്ദാദിലെ മുഹീദ്ദീൻ ശൈഖിന് എന്നെ അറിയാം, മമ്പർ തങ്ങൾക്ക് എന്നെ അറിയാം, മറ്റു പലർക്കും എന്നെ അറിയാം. എന്റെ റബ്ബിന് എന്നെ അറിയില്ല. എന്റെ റബ്ബിനെ എന്നെ അറിയാത്തത് കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം. ആര്? ഇവര് പോയിട്ട്. ഇവര് ഞാൻ തമ്മിലുള്ള ബന്ധം എന്താ? ഇവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇവർക്ക് എന്നെ അറിയാൻ പറ്റും. കാരണം ഇവർക്ക് എല്ലാ കഴിവുണ്ട്. എന്നാ ആ കഴിവ് അല്ലാഹ്ക്കുണ്ടോ? ഹലോ, ആ കഴിവ് അല്ലാഹ്ക്കുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ശംസുൽ ഉലമ എന്നല്ല വിളിക്കേണ്ടത്. ഇത്ര ജാഹിലുകളായ ആളുകൾ അവരുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരുടെ അടിത്തറ തന്നെ പൊളിഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ടില്ല. ഇപ്പോ ഈ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി, ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. എന്നാൽ ഈ സമസ്ത രൂപീകരിക്കാൻ ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത ആളാരാണ്? അതിനാമീം പറഞ്ഞ ആളാരാണ്? ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ. സൗണ്ടില്ല. പിൽക്കാലത്ത് അസുറിന്റെ വലിയായിരുന്ന ശംസുൽ ഉലമ പോലും ഔലിയാക്കളിൽ പ്രധാനിയാണെന്ന് പറഞ്ഞിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കേട്ടില്ല? തൃപ്പനച്ചി ഉസ്താദ് ബഹുമാനപ്പെട്ടവര് ഇന്നിപ്പോ മുശാവറയിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ ഈ സനദ് സഹിതം പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം ട്രോളുന്ന ഒരു കാലമായതുകൊണ്ടാണ്. ഇന്ന് മുശാവറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒളവണ്ണ ഉസ്താദിനോട് പറഞ്ഞ ചില വിഷയമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ എന്താണ് സമസ്തയെ പറ്റി മനസ്സിലാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം കൊടുത്ത് ശംസുൽ ഉലമ പലപ്പോഴും പറയുന്നത് കേട്ടവരുണ്ട്. റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരമാണ്. സമ്മതം കിട്ടാതുകൊണ്ടാണ് താമസം. 25 ഉണ്ടാക്കേണ്ട സംഘടനയാണ്. എന്നിട്ട് തങ്ങളെ സമ്മതം കിട്ടാതുകൊണ്ട് 25 കേരള സംഘടന ഉണ്ടാക്കിയിരുന്നു, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആകുന്നതാണ് 26-ൽ. അപ്പോ റസൂലുള്ളാഹിന്റെ സമ്മതം തന്റെ പേരക്കുട്ടിയാകുന്ന ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് സംഘടനയ്ക്ക് സമ്മതം കൊടുക്കാൻ താമസം പിടിച്ചത്. തങ്ങളെ സമ്മതം കിട്ടിയിട്ട് മദീന ഒരു വിഭാഗം, അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കണം ഒരു വിഭാഗം. അങ്ങനെയാണ് 25-ൽ സംഘടന ഉണ്ടായത്. പിന്നെ 26-ൽ സമസ്തയായി മാറിയത് എന്ന് ശൈഖുന തന്നെ പറഞ്ഞത് കേട്ട ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ. അങ്ങനെ മാത്രല്ല, സമസ്തയുടെ രൂപീകരണം ഉണ്ടാവാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള വിഷയം പിൽക്കാലത്ത് സമസ്തയുടെ 3ാമത്തെ പ്രസിഡന്റായി വന്ന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞത് CH ഹൈദ്രോസ് മുസ്ലിയാർ കേൾക്കുകയും CH ഹൈദ്രോസ് മുസ്ലിയാരിൽ നിന്ന് ആ വിഷയം നേരെ അദ്ദേഹത്തിന്റെ മകൻ തൊയ്യിബ് ഫൈദി കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തൊയ്യിബ് ഫൈദി ഞാൻ ആ വിഷയം സംസാരിച്ച് തീർത്ത ഇഷ്കാലം.
എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഘടനയാണിത്. നിങ്ങൾക്ക് അതിന് ഗൗരവം മനസ്സിലാകുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് വേണ്ടാതിർത്തുന്ന അഭിപ്രായം പറയാൻ നിൽക്കില്ലല്ലോ. എങ്ങനെയുണ്ട് ഈ ആറു പിന്തിരിപ്പൻ സംഘടനയ്ക്ക്? ഈ സംഘടനയുടെ രൂപീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തു. മാത്രല്ല നബി തങ്ങൾ അവിടെ ദുആ ചെയ്തതിന് റസൂലുള്ള ആമീൻ പറഞ്ഞു എന്നാണ്. എടോ, ഏറ്റവും കുറഞ്ഞത് നബിയെ കൊണ്ടൊരു ദ്വാരപ്പിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നു? നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ദ്വാരക്കുമ്പോ അതിന് ആമീൻ പറയാനുള്ള വകുപ്പേ നബിതങ്ങൾക്കുള്ളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ യോഗത്തിൽ പങ്കെടുത്ത്. പിന്നെ ഇവരുടെയൊക്കെ കഥ തന്നെയാണ്. എന്താ, ഏത് കാര്യമാണെങ്കിൽ നബിതങ്ങളുടെ അനുവാദം വേണമല്ലോ. റസൂലുള്ളാഹിന്റെ അനുവാദം കിട്ടാലേ എന്ത് ചെയ്യുള്ളൂ, സംഘടന ഉണ്ടാക്കുള്ളൂ. നബിതങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ഏതെങ്കിലും ഒരു മുലാരുടെ പ്രസവത്തിന് പിന്നെ ദുആക്ക് നബിതങ്ങൾ ഇപ്പുറത്തിരുന്ന് ആമീൻ എന്ന് പറയുന്ന ഒരു അനുയായിയായി മാത്രം നബിതങ്ങൾ പങ്കെടുക്കുക എന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു വെച്ചത് വലിപ്പം കൂട്ടാനാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോ നേരെ എന്ത് ചെയ്ത് ഉൾട്ടായിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തതാണ് ഏടെ സമസ്തയുടെ രൂപീകരണത്തിൽ. ആ സമസ്തയുടെ രൂപീകരണത്തിൽ പങ്കെടുത്തു എന്ന് ആരാ പറഞ്ഞത്? ഇവരെ കൂട്ടത്തിലെ ആള് തന്നെ. ഇവരെ കൂട്ടത്തിലെ ആളുകൾ തന്നെ. അവർക്ക് വലിയെന്നും കുത്തുബെന്നും ഒക്കെ പട്ടം കൊടുത്തതാരാ? അതുവരെന്നെ. മനസ്സിലല്ലേ? മുമ്പൊരുത്തം പറഞ്ഞില്ലേ, എളാപ്പാന്റെ പാട്ട് ഭയങ്കരാട്ടോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാ ആരാപ്പൊ പറഞ്ഞത്? എളാപ്പാന്നെ പറഞ്ഞ എളാപ്പാന്റെ പാട്ട് നല്ലാണ്. ഇന്ന് പറഞ്ഞ പോലെ സമസ്തയുടെ ഈ അറുപിന്തിരിപ്പൻ അഥവാ സകലമാന കള്ളക്കറാമത്തുകളും സകലമാന സൂഫി കഥകളും കേരളത്തിലുടനീളം സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന്റെ വിശ്വാസധാരകളെ നശിപ്പിച്ച, സമൂഹം ഏതൊരാളുടെ മുന്നിൽ പോയിട്ട് കുമ്പിട്ടാലും കുഴപ്പമില്ല എന്നും, അതുകൊണ്ട് ജാറങ്ങളായാലും അമ്പലങ്ങളായാലും ക്രിസ്തവ ചർച്ചുകളായാലും എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് ഒരു സമുദായത്തിന്റെ മനസ്ഥിതി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു ശീഈ സംഘടനയ്ക്കിടെ തുടക്കത്തിൽ അള്ളാന്റെ റസൂല് ചെന്നിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇനി മാത്രല്ല ഇപ്പോഴീ സംശയം നിയന്ത്രിക്കുന്നത് ആരാ? സമസ്തയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇന്ന് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരുമാണ് പ്രസിഡന്റ് സെക്രട്ടറിയും. എന്നാൽ അവരല്ല യഥാർത്ഥത്തിൽ സംഘടനയെ നിയന്ത്രിക്കുന്നത്. പിന്നെ സംഘടനയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ സംഘടന നിയന്ത്രിക്കുന്ന ആരാന്ന് അയാൾ പറഞ്ഞു കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയാണ് താഴ്മയോടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഖീദക്കും അവിടുത്തെ ഉലമാ തീരുമാനിക്കുന്നത്. ആ മുഷാവറ എന്ന് പറഞ്ഞ ആര് കയറി വന്നാലും അത് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉലമാ ഇപ്പം പറയുന്നതാണെന്നില്ലേ, ശംസുൽ ഉലമയും വരക്കൽ തങ്ങളൊക്കെയാണ് സമസ്ത നിയന്ത്രിക്കുന്നത്. അവരെ അഖീദ അതാണ്. അവർക്ക് ഇവരോടുകൂടി ഞാനാണ് പ്രസിഡന്റ് എന്ന് പറയല്ല, അല്ലെങ്കിൽ ഞാൻ ആ സെക്രട്ടറി എന്ന് പറയല്ല. അവരാണ് ഇന്നും സമസ്തയെ നിയന്ത്രിക്കുന്നവർ പ്രസംഗിക്കാൻ. എന്തേ കാരണം? അവർക്ക് ആ ബോധം. ഇപ്പൊ സമസ്തയെ നിയന്ത്രിക്കുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളും ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുമാണ്. ഇവർ രണ്ടാളും ജീവിച്ചിരിപ്പോഴുള്ളവരല്ല. സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇത് കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. പക്ഷെ ഈ രണ്ടു പേരാണ് ഇപ്പോഴും സമസ്തയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രഗത്ഭരായ ആളുകൾ, വലിയ കുത്തുബ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന വലിയ നേതാക്കന്മാർ, ഇവരാണ് സമസ്തയെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അടി ഒഴിഞ്ഞിട്ട് നേരല്ല എന്ന് മാത്രമേ ഉള്ളൂ. അടി ഒഴിഞ്ഞിട്ട് നേരല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ല, മുജാഹിദുകളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആദർശപരമാണ്, ആശയപരമാണ്. സമസ്തയിലെ തർക്കങ്ങൾ ആദർശപരമല്ല. എ.പി. വിഭാഗവും ഇ.കെ. വിഭാഗവും സമസ്ത അനയും ദക്ഷിണ കേരളയും ഈ 4 ടീമും തമ്മിൽ ആശയപരമായി വ്യത്യാസമില്ല. ഇവർക്ക് 4 പേർക്കും ഒരേ ആശയം. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടാൻ പറ്റും. അല്ലാഹുവല്ലാത്തവരെ ഇടയാളന്മാരാക്കി വെക്കാൻ പറ്റും. മാല മൗലൂദുകൾ പറ്റുമോ? പറ്റും. ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ? പറ്റും. ഖബറിൽ ഉറൂസ് നടത്താൻ പറ്റുമോ? പറ്റും. എന്ന് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇവർ ഒരുപോലെയാണ്. പിന്നെന്തിനാടി?
പിന്നെന്തിനാ പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം ഒരിക്കലും ആശയപരമല്ല, ആദർശപരമേ അല്ല. മറിച്ച് സംഘടനാപരമായി ആര് പ്രസിഡന്റ്, സെക്രട്ടറി, അല്ലെങ്കിൽ ആര് മൂപ്പ്, ആര് അളപ്പ് എന്ന് പറഞ്ഞാൽ സാദിഖ് അലി തങ്ങളാണോ മേലെ വരേണ്ടത്, ജിഫ്രി കുടുംബമാണോ വരേണ്ടത്? ശിഹാബ് കുടുംബമാണോ മേലെ വരേണ്ടത്, ജിഫ്രി കുടുംബമാണോ? ഏറ്റവും രസാവഹമായ ഒരു സംഗതി എന്താ അറിയോ? ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശിഹാബ് തങ്ങൾ ഉള്ളപ്പോ ശിഹാബ് തങ്ങളുടെ മേലെ മറ്റുള്ളവർക്ക് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഹൈദരലി തങ്ങൾ ഉള്ളപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരികയും ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാദിഖ് അലി തങ്ങൾ വരികയും ചെയ്യുമ്പോൾ നോക്കി കാണാം, ഈ ഏജ് നോക്കിയാൽ തന്നെ സാദിഖ് അലി തങ്ങൾ ചെക്കനാണ്, ജിഫ്രി തങ്ങൾ മേലെയാണ്. പക്ഷെ പലപ്പോഴും സ്ഥാനം കിട്ടുന്നത് അടിസ്ഥാനപരമായി നോക്കിയാൽ തന്നെയാണ് പ്രശ്നം. ഇതാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇവിടെ നിയന്ത്രിക്കേണ്ട സമസ്തയെ നിയന്ത്രിക്കുന്ന ആരാണ്? ശംസുലുലമയും ബറക്കൽ മുല്ലക്കോയ തങ്ങളും അല്ലേ? പക്ഷെ ഓല കയ്യിൽ ഇപ്പൊ നിൽക്കുന്നില്ല. ഇപ്പൊ വാഫിയും വഫിയയും മറ്റതും മറിച്ചോക്കടി വന്നപ്പോ ആകെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പിടുത്തം വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ് സമസ്ത ഇപ്പോൾ നിലകൊള്ളുന്നത്. മാത്രല്ല, സമസ്തയുടെ പ്രസിഡന്റിന്റെ അംഗീകരിക്കാത്ത മുശാവറ അംഗങ്ങൾ വരെ സമസ്തയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഇതിന് ആദ്യം പറഞ്ഞെന്തറിയോ, ഇനി ഈ സംഘം രസം നോക്കണം. ഈ പറഞ്ഞ ഈ ആശയങ്ങളുള്ള ഇങ്ങനെ എല്ലാ രൂപത്തിലും ഇസ്ലാമിന്റെ ആദർശത്തിന് വിരുദ്ധമായ ഒരു സംഘടന, ആ സംഘടന യഥാർത്ഥത്തിൽ അതാണത്രേ സ്വർഗത്തിൽ പോകുന്ന സംഘം എന്നാണ്. അത് മാത്രമേ ഉള്ളൂ എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഒരു വ്യക്തിത്വം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആലിമ്, ആ ആലിമിനെ ഇൽമിനെ അല്ലാഹു ഖബൂൽ ചെയ്തു എന്നതിന്റെ ഒരു പ്രകടമായ ഒരു ലക്ഷ്യം, ഒരു അടയാളം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതായ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സംഘടന. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമുള്ളൂ, വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല, അതിന്റെ പ്രവർത്തന രീതിയിലും വേണം യോജിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നൊരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിജയത്തിന്റെ നിദാനം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ സംഘടനകളെ അല്ലാഹു ഇഷ്ടപ്പെടും. സംഘടനകളെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സംഘടനകളെ സംബന്ധിച്ചുള്ളതായ വിളംബരം അല്ലാഹു വാനലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായും കൊണ്ട് അതിനെ വിളിച്ചു പറയും. അങ്ങനെ ഈ ഭൂലോകത്തുള്ള സർവസ്വത്തിന്റെ മുന്നിലും ഈ സംഘടനയെ സംബന്ധിച്ചുള്ളതായ ഒരു ഖബൂലിയത്ത് അല്ലാഹു ഉണ്ടാക്കി തരും. അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് തൗഫീഖ് ചെയ്തു കൊടുത്താൽ അത് അവന്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും വലിയതായ. കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് സമസ്ത മാത്രമാണ്. ഇനി മാത്രല്ല, ദക്ഷിണയിൽ പ്രവർത്തിച്ചാൽ അള്ളാഹു കബൂൽ ചെയ്യൂല, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനവുമല്ലത്. AP വിഭാഗത്തിൽ പ്രവർത്തിച്ചാൽ അതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഘടനയല്ല, സ്വർഗത്തിൽ എത്താൻ പറ്റൂല. സമസ്ത അന എന്ന് പറയപ്പെടുന്ന സമസ്ഥാനയിൽ പ്രവർത്തിച്ചാലും സ്വർഗത്തിലെത്താൻ പറ്റൂല, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സംഘടനയല്ല. പിന്നെ ഏതാ ഒരു സംഘടന? സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന EK വിഭാഗത്തിൽ മാത്രം പ്രവർത്തിച്ചാലേ സ്വർഗത്തിലെത്തുള്ളൂ. അതിൽ പ്രവർത്തിക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയാൽ അതിന്റെ അർത്ഥം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളായി എന്നാണ്.
നിങ്ങളൊന്നാലോചിക്ക്, എന്താ ഇവരെ കുറിച്ചൊക്കെ പറയാ. യഥാർത്ഥത്തിൽ ഈ ആളുകൾ, ഇദ്ദേഹമാണ് ഇപ്പൊ എന്ത് ചെയ്തത്, സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത്. സമസ്തയുടെ മുശാവറ യോഗത്തിൽ നിന്ന് എന്ത് ചെയ്ത്, മൊത്തം കള്ളന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് വേറൊരു മുശാവറ മെമ്പർ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം നിങ്ങൾ കുറെ കള്ളന്മാര് എന്ന് പറഞ്ഞ് എന്നെ കള്ളാന്ന് വിളിച്ചെന്നും പറഞ്ഞിട്ട് പ്രസിഡന്റ് ഇറങ്ങിപ്പോയി. മഹത്തായ ഒരു സംഘടനയാണ്, അതും സ്വർഗത്തിൽ പോകുന്ന സംഘടന. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ ഇട്ടത്, മര്യാദ കടങ്ങി അവിടെ ഇരുന്നോളി, നിങ്ങളൊക്കെ ഞങ്ങളെ സ്വർഗത്തിൽ എത്തിക്കൂന്ന് വിചാരിച്ച നിങ്ങളെ കൂടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഈ ജാതി ഉടായിപ്പും കൊണ്ട് അധികാരത്തിന്റെ കസേരം പിടിച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയാണെങ്കിൽ ഞങ്ങൾ ശരിയാക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ. ശരിയാണ്. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞെന്നറിയോ, ഈ ഒരു സംഘടന ഉണ്ടാക്കി തന്നെ അള്ളാന്റെ ദീനിനെ പൊളിക്കാനാണ്. കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാരോടാണ്. സമസ്ത എന്ന് പറയപ്പെടുന്ന ഈ സംഘടനയ്ക്ക് ഏറ്റവും അധികം ദേഷ്യമാരോടാണ്. ഏറ്റവും അധികം ദേഷ്യം മുജാഹിദുകളോടാണ്. എന്താണ് മുജാഹിദുകളോടുള്ള ദേഷ്യം? ഏതെങ്കിലും ഒരു മഹല്ല് പിടിച്ചത് കൊണ്ടാണോ? അതുകൊണ്ടല്ല. ഏതെങ്കിലും ഒരു മദ്രസ പിടിച്ചത് കൊണ്ടാണോ? അതുകൊണ്ടല്ല. പിന്നെയോ ഏതെങ്കിലും രൂപത്തിൽ ഇവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനം കയ്യേറാൻ ശ്രമിച്ചത് കൊണ്ടാണോ? അതുകൊണ്ടുമല്ല. പിന്നെന്താ? സമസ്തക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോടുള്ള ഏറ്റവും വലിയ വെറുപ്പ് ഒരേ ഒരൊറ്റ കാര്യമാണ്. അതെന്താ? ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനെ മാത്രം വിളിച്ചു തേടണം, അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ആശയത്തോടുള്ള വെറുപ്പ്. അത് സമസ്തയുടെയും അവാന്തര വിഭാഗങ്ങളുടെയും സമസ്തയിൽ നിന്ന് പിറങ്ങിപ്പോയവരുടെയും എല്ലാവരുടെയും അജണ്ട അതാണ്. ഒരിക്കലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് സമ്മതിച്ചു തരൂല. നിങ്ങൾ ഇല്ലാതെയാകുന്നതുവരെ ഞങ്ങൾ ഈ പണിയെടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് കാലങ്ങളായി സമസ്ത കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 60ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നു എറണാകുളം. ആ സമ്മേളനത്തിൽ സാക്ഷാൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പ്രസംഗിച്ചൊരു പ്രസംഗം, ജമാഅത്തുകളെയും മുജാഹിദുകളെയും എല്ലാം ഞാനിതാ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു, അതേ അറബിക്കടലിലേക്ക് ഇട്ട് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചപ്പോ അല്ലാഹു അക്ബർ എന്ന് അവിടെ കൂടി ആയിരക്കണക്കിന് ആളുകൾ തക്ബീർ മുഴക്കി. അതിന്റെ അർത്ഥം അതോടുകൂടി കേരളത്തിൽ നിന്ന് വഹാബികൾ ഇല്ലാതെയായി തീർന്നു. കാരണം പറഞ്ഞതാരാ? ശംസുൽ ഉലമയാണ്. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൽ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം, അതിന്റെ ശക്തിയും വലിപ്പവും അറിയണമെങ്കിൽ ഈ 3 എണ്ണത്തെയും നോക്കിയാൽ മതി. മുജാഹിദുകൾ 3 വിഭാഗമായി മാറിയിട്ടുണ്ടല്ലോ. ഈ കേന്നമുണ്ട്, മർക്കസുദാവുണ്ട്, പിന്നെ അതുപോലെ തന്നെ വിസ്ഡം വിഭാഗമുണ്ട്. ഈ 3 വിഭാഗം കൂടി ചേർന്നാൽ അവസ്ഥ എന്തായിരിക്കും? ഈ 3 വിഭാഗം ഒറ്റക്കൊറ്റക്ക് പരിപാടി നടത്തുമ്പോൾ തന്നെ കാണാം, ഓരോരുത്തരും എത്രയാളുകൾ. 3 കൂടെ ഒന്നിച്ചു ചേർന്നാലോ? 60ാം സംസ്ഥാന സമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ വലിയ നാവിന്റെ ഉടമയായ ശംസുൽ ഉലമയുടെ വാക്ക് പൂർണ്ണമായും തെറ്റായിരുന്നു എന്നും അതൊരിക്കലും അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല എന്നും ഈ പ്രസ്ഥാനം അതിന്റെ ശക്തമായ വളർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. മാത്രല്ല ഇവർക്ക് വെറുപ്പ് കൂടുന്നതിനനുസരിച്ച്, ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നതിനനുസരിച്ച് അവിടുന്ന് ഇങ്ങനെ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. നിങ്ങൾ വിചാരിക്കേണ്ട, ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും ഇവർ എത്രത്തോളം ആക്ഷേപം ഉണ്ടാക്കണോ അത്രത്തോളം മുജാഹിദുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മുസ്ലിയാരുടെ വെറുപ്പ് നിങ്ങൾ നോക്കണം. വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് കേൾക്കുമ്പോ തന്നെ അയാൾക്ക് അരിശാണ്. വിളിച്ചു പ്രാർത്ഥന എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ മൂപ്പർക്ക് ദേഷ്യം. ആ ദേഷ്യം അയാള് പ്രകടിപ്പിക്കുന്ന ശ്രദ്ധിച്ചോളൂ നിങ്ങൾ.
വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹുവിന്റെ ഭാഷക്കല്ലേ അർത്ഥം കൽപ്പിച്ചത്? മിനഞ്ഞുണ്ടാക്കിയ നുണയായ അർത്ഥം, തെറ്റായ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുണ്ടാക്കിയത് എന്തിനെന്നറിയോ? നമ്മൾ വിളിക്കുന്നത് കൂടി പെടുത്താൻ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പെടൂല്ലോ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ കുത്തുബിയത്ത് കഴിക്കാറുണ്ട്. ഈ കുത്തുബിയത്തിൽ 1000 വട്ടം യാ ശൈഖ്, യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കും. ഈ വിളി അതൊന്ന് ശിർക്കായി കിട്ടും, അത് വിളിച്ചു പ്രാർത്ഥിക്കലായി കിട്ടും. ഇതാ സാധാരണ നടത്താറുള്ളത്. ഇതുപോലെ തന്നെ പെട്ടെന്ന് വീഴുമ്പോഴോ പെട്ടെന്ന് വേദന വരുമ്പോഴോ ബദരീങ്ങളെ, നബിയെ, ഫൈമത്ത് ഔലിയ, ഫരീദ് ഔലിയ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത്തരം വിളികളൊക്കെ ശിർക്കായി കിട്ടും. ഇത് കിട്ടാൻ വേണ്ടി ഖുർആനിന്റെ ഭാഷക്ക് അർത്ഥകൽപ്പന നുണയായി കൽപ്പിച്ചിരിക്കുക. ദുആ, വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന്. അപ്പൊ വിളിക്കുന്ന ഈ ശബ്ദം, വിളിക്കുക എന്ന ഈ കർമ്മം പ്രാർത്ഥന എന്നാക്കിയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് കൂട്ടിയിട്ട് ഇത് ശിർക്കാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടർ വിളിക്കുക എന്ന സമ്പ്രദായത്തെ ശിർക്കാക്കാൻ വേണ്ടിയാണ് ഈ വാദം ഉണ്ടാക്കിയത്. കണ്ടോ? അവ ശരിക്കും വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയപ്പെടുന്ന സംഗതി മുജാഹിദുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ വിളികളൊക്കെ അത് ശിർക്കാക്കി തീർക്കാനുള്ള പണിയാണ്. ഇവരാണ് പുതിയതായി അർത്ഥകൽപ്പന ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെ അല്ലാഹുവല്ലാത്തവരെ വിളിക്കുന്നത് ഇസ്ലാം വിരോധിച്ചതേ അല്ല. ആർക്കും വിളിക്കാം, ആരെയും വിളിക്കാം, എവിടുന്നും വിളിക്കാം, എപ്പോഴും വിളിക്കാം. അതൊന്നും അല്ലാഹുവിനെ വിളിക്കുന്നത് പോലെ അല്ല. അത് കേവലം ഒരു വിളി മാത്രമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ മുസ്ലിയാക്കന്മാർ മാറി മാറി വന്ന് ദേഷ്യവും വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും അവർ പറയാതെ പറഞ്ഞു പോകുന്ന ഒരു സംഗതിയുണ്ട്. ഞങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ മഹാന്മാരെ വിളിക്കുകയല്ല, പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറയണതാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയില്ല, അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്നതാണ്. മഹാന്മാരെ ഞങ്ങൾ വിളിക്കുകയാണ് എന്നാ പറയാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞു വെച്ചതെന്ന് മനസ്സിലാക്കാൻ, കാരണം ഇവർക്ക് എത്രത്തോളം ഈ വിഷയത്തെ ഭയത്തോടെ നോക്കിക്കാണുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് കടന്നുപോയ ആളുകളെ പരിശോധിക്കും. ലോകത്ത് ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയാം. ഒന്നാമത്തെ ആൾ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആൾ അത് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകനായി റസൂലായി കടന്നു വരുന്ന ഒന്നാമത്തെ ആൾ. ആ റസൂലായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന സംഗതി എന്തായിരുന്നു? വളരെ ഗൗരവത്തിൽ നമുക്ക് നോക്കി കാണാം. എന്തൊരു സംഗതി? വളരെ ലളിതമായി പറഞ്ഞാൽ 5 മഹാന്മാരായ ആളുകളെ അവർ വിളിച്ചിരുന്നു, അല്ലേ? 5 മഹാന്മാരായ ആളുകളെ, വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, 5 ആളുകളെ വിളിച്ചിരുന്നു. ആ 5 ആളുകളെ വിളിച്ചത് എന്തിനാണ്? അതാണ് അവന്റെ പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അവർ സങ്കടപ്പെട്ട് അവരോട് സങ്കടപ്പെട്ട് വിഷമം പറഞ്ഞ് അവരോട് തങ്ങളുടെ ആവലാതികൾ പറഞ്ഞത് എന്തിനായിരുന്നു? അവർ ചെയ്തു കൊടുക്കുമെന്ന ആഗ്രഹത്തിലല്ല, മറിച്ച് അവർ അള്ളാഹുവിന്റെ അടുത്ത്, അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം വെച്ച് അള്ളാഹുവിനോട് അവർ പറഞ്ഞ് ഞങ്ങളുടെ കാര്യം എളുപ്പമാക്കി തരും എന്നവർ വിശ്വസിച്ചിരുന്നു. ലോകത്ത് കടന്നുപോയ ആളുകളെല്ലാം പറഞ്ഞ വാചകതാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അവർ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അതെ, ഞങ്ങൾ അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിപാടുകൾ, അവരെ ഞങ്ങൾ സങ്കടത്തിന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ മരിച്ചുപോയ സ്ഥലങ്ങളിൽ, അവർ ഇബാദത്തെടുത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ഭജനമിരിക്കുന്നത്, അതെല്ലാം
അവർ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയല്ല, അവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങളുടെ കാര്യം പറയണമെന്ന ആഗ്രഹത്തിനാലാണ്. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതല്ലേ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ നമ്മുടെ നാട്ടിലും നടന്നത്? യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെക്കണം. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെയും മേലെയാണ് നമ്മുടെ വലിയുകൾ എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ സമസ്തക്കാർ. അള്ളാഹുവിനെ പോലും ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുന്ന ആളുകളാണ് ഞങ്ങളുടെ വലിയുകൾ എന്ന് വിശ്വസിക്കുന്നവരാണവർ. അപ്പൊ ലോകത്തൊരിക്കലും ഒരിടത്തുമില്ലാത്ത മഹാപരാധം ചെയ്യുന്നവരാണ് കേരളത്തിൽ സമസ്തക്കാർ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇന്നിപ്പോ സൈഡാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കാതെ പതുക്കെ പിന്നാമ്പുറത്തേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഹിയുദ്ദീൻ മാല എന്ന ശുദ്ധകൃതി ഉണ്ടല്ലോ. ആ മുഹിയുദ്ദീൻ മാല കേരളത്തിൽ വിഭാവനം ചെയ്തത് എന്തായിരുന്നു? മുഹിയുദ്ദീൻ മാല കേരളത്തിൽ ജനങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു? അള്ളാഹുവിനെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെയും പിന്നെ തിരുത്താൻ പറ്റുന്ന ആളാണ് ആര്? മുഹിയുദ്ദീൻ ശൈഖ് എന്നാണ്. മുഹിയുദ്ദീൻ ശൈഖ് എന്നായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, സമൂഹത്തിൽ അങ്ങനെ വിശ്വസിച്ചു. ഇന്നൊരു CM മടവൂരിനെ കുറിച്ച് പറഞ്ഞപ്പോഴായി പ്രശ്നം വന്നെന്ന്. അല്ലെങ്കിൽ കേരളക്കാരെ കുറിച്ച് പറയുമ്പോഴാ പ്രശ്നം വരിക. വിദേശിയാണെങ്കിൽ പ്രശ്നമില്ല. മനസ്സിലായോ? വിദേശിയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോ ഏർവാടി തങ്ങന്മാരെ കുറിച്ച് എന്തൊക്കെ കഥകൾ പറഞ്ഞു, ആരും ഒന്നും മിണ്ടിയില്ല. റിഫായി ശൈഖിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ആരും മിണ്ടുന്നില്ല. അങ്ങനെ പലരെ കുറിച്ചും പറഞ്ഞു, ആരും മിണ്ടിയില്ല. പക്ഷെ കേരളത്തിൽ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നമായത്. അങ്ങനെ നിങ്ങൾ വലിയ ആളാവാൻ നിൽക്കണ്ട. കേരളത്തിലെ ഒരു മുസ്ലിയാർ അങ്ങനെ വലിയ ആളാവാൻ നിൽക്കണ്ട എന്നാണ് ചില ആളുകളുടെ പ്രശ്നം. അത് ഈ നമ്മളെ നാട്ടിലേക്ക് പറഞ്ഞ ഊച്ചിക്കുറു എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? അതിൽപ്പെട്ട സാധനമാണ്. യഥാർത്ഥത്തിൽ CM മടവൂർ എന്ന് പറയുന്ന ആളെ കുറിച്ച് മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞതുപോലെ അല്ല, അതിനേക്കാളും മേലെ പറഞ്ഞു. അല്ലേ? മുഹിയുദ്ദീൻ ശൈഖ് അള്ളയാണെന്ന് വിശ്വസിച്ചോ? അള്ളയാണെന്ന് പറയുന്നത് കുറ്റാണെന്ന് വിശ്വസിച്ചോ മുഹിയുദ്ദീൻ ശൈഖ്? ഇല്ല. മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞത് ഹല്ലാജ കൊല്ലും നാൾ അന്നോ ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പിടിപ്പൻ ഞാനെന്നോവർ. ഹല്ലാജിനെ കൊല്ലുന്ന ദിവസം ഞാനുണ്ടായിരുന്നെങ്കിൽ ആ കൊല്ലാൻ വന്നവന്റെ കൈ ഞാൻ പിടിച്ചേനേ. എന്താ കാര്യം? ഹല്ലാജ് ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞു കളഞ്ഞു. ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞത് ആ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് അയാളെ കൊന്നുകളയാൻ പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് പറയുന്നത് ഹല്ലാജ് പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ സമ്മതിക്കുമായിരുന്നില്ല കൊല്ലാൻ. കേരളത്തിൽ വല്ല കുഴപ്പമുണ്ടായോ? കേരളത്തിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ചർച്ച ഉണ്ടായോ? ആരെങ്കിലും പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലെന്ന്? ഇല്ല. അതേ സമയത്ത് ഒരു ചെക്കൻ പാട്ട് പാടിയെന്ത്, മടവൂരാരോ പടച്ചോനാണോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞപ്പോ പാട്ടുപാടിയപ്പോ പറഞ്ഞു അത് പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. മാത്രല്ല ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ മുദബ്ബിറുൽ ആലമാണ് എന്ന് CM മടവൂരിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു വൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി, ഉദ്ദേശിക്കപ്പെട്ടതിനേക്കാളും മദ്ഹ് ഏറെയാണ്. നിങ്ങൾ പറഞ്ഞ മദ്ഹ് ചെറുതായി പോയി, ഞാൻ അതിന്റെയും മേലെയാണ് എന്ന് പറഞ്ഞാൽ മുദബ്ബിറുൽ ആലം അല്ലാഹയാണെങ്കിൽ ആ അല്ലാഹുവിന്റെയും മേലെയാണ് ഞാൻ എന്ന് കേരളത്തിൽ പറയുന്നു. അവിടെ പറഞ്ഞപ്പോ കുഴപ്പമില്ല, ഇവിടെ പറഞ്ഞപ്പോ കുഴപ്പം. ഞാൻ പറയുന്നത് കേരളത്തിലെ സമസ്തക്കാരൻ കേരളത്തിൽ പഠിപ്പിച്ച വിശ്വാസമാണ്.
ലോകത്ത് കടന്നുപോയ ഒരൊറ്റ മനുഷ്യന്മാരും ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല. കാരണം ലോകത്ത് കടന്നുപോയ ആളുകളോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്തിനാണ് ലാത്തയെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മനാത്തയെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഉസ്സയെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബിയെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇസ്മായിൽ നബിയെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ മറുപടി, ഇവരെല്ലാവരും ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന നിലക്കല്ല, ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന നിലക്കല്ല, ഞങ്ങൾക്ക് ഉപജീവനം തരുന്നു എന്ന നിലക്കല്ല, മറിച്ച് ഇവരെല്ലാവരും അള്ളാഹുവിന്റെ അടുത്ത് വലിയ മഹത്വമുള്ളവരാണ്. ആ അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നൊരൊറ്റ കാരണമാണ്. നിങ്ങൾ നോക്ക്, ഈ ഇടയാള സങ്കല്പത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രമായി തിരിച്ചുവിടാനാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചത്. പരിശുദ്ധ ഖുർആനിലെ മഹാഭൂരിപക്ഷം വരുന്ന ആയത്തുകളും ചർച്ച ചെയ്ത വിഷയവും അത് തന്നെയാണ്. പക്ഷെ ഇവിടെ മുസ്ലിയാക്കന്മാർക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു എന്ന് കേൾക്കുമ്പോൾ, വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് ദേഷ്യം വരുന്നു, അവർക്ക് വെറുപ്പ് വരുന്നു. അത് കേരളത്തിൽ ഉണ്ടാക്കിയത് മുജാഹിദുകളാണ്, ഇവരാണ് ആ അർത്ഥകൽപ്പന നടത്തിയത്, ലോകത്താരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരാരും പറഞ്ഞിട്ടില്ല എന്ത്? ജനങ്ങളെ, നിങ്ങൾ അല്ലാത്തവരെ വിളിച്ചു തേടരുതെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാരും വിളിച്ച് പ്രാർത്ഥിച്ചോളി എന്നാണോ പ്രവാചകന്മാര് പറഞ്ഞത്? ഒരിക്കലുമല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഏറ്റവും വലിയ വെറുപ്പ്, സമസ്തക്കാരന്റെ വെറുപ്പ്, അവരുടെ ഇടയാള സങ്കല്പത്തെ തകർക്കുന്നു മുജാഹിദുകൾ എന്നതാണ്. അതിനാണ് അവരുടെ സംഘടനയാണ് മേലെയാണെന്ന് കാണിക്കാൻ എല്ലാ കഥകളും, ഇല്ലാത്ത കഥകളും, മെനഞ്ഞുണ്ടാക്കുന്ന കറാമത്തുകളും ഒക്കെ പറഞ്ഞ് ഈ ഒരു സംഘം എന്തോ വലുതാണെന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കുകയും അതോടൊപ്പം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സംഘം മഹാപോക്കാണെന്നും അവരുടെ ആദർശം ഇസ്ലാമികമല്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അങ്ങേയറ്റത്തെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട്, ശക്തമായ പ്രവർത്തനം കൊണ്ടുണ്ടായെന്ന് പ്രത്യേകം എന്താന്ന് വെച്ചാൽ, ഇവരെത്രയും വലിയ ശംസുൽ ഉലമമാര്, ഖമറുൽ ഉലമമാര്, താജുൽ ഉലമമാര്, പിന്നെ സൈനുൽ ഉലമമാര്, പിന്നെ സാദാത്തുങ്ങള്, അങ്ങനെ തുടങ്ങുന്ന കുറെ ആളുകൾ ഒരുമിച്ച് പണിയെടുത്തിട്ടും കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ മാത്രല്ല, കുറച്ചൊക്കെ മുസ്ലിയാക്കന്മാര്, വളർന്നു വരുന്ന മുസ്ലിയാക്കന്മാരുടെ വരെ തലയിൽ ഈ വിഷയം കയറുകയും അവർ ഇവർക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇവർക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിപ്പോ കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ രസം, കേരളത്തിൽ മെമ്പർഷിപ്പുള്ള മുജാഹിദികളെക്കാൾ കൂടുതൽ വഹാബികൾ പുറത്തുണ്ട്. കേരളത്തിൽ മുജാഹിദികൾക്ക് മെമ്പർഷിപ്പ് ഉള്ളതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ വേറെ ഉണ്ട്. ആ അംഗങ്ങൾ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് സമസ്ത എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്താന്ന് വെച്ചാൽ, സമസ്തയിൽ സമസ്തക്കാരല്ലാത്ത മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ അധികമുണ്ട് എന്ന ചർച്ച. മനസ്സിലായോ? മാത്രല്ല, കറാമത്തുകൾ പറയുമ്പോൾ പോലും അതിനെ നിശിതമായി വിമർശിക്കുന്ന സമസ്തക്കാരായ ആളുകൾ അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് നമ്മളെ ഖാസിമിക്ക് ദേഷ്യം വരുന്നത്. ഒരുത്തന് ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുന്ന ഒന്ന് ഇറക്കിയാൽ വേഗം മറ്റൊന്ന് എന്ത് ചെയ്യും? പരിചയമുള്ള 300 ആളുകൾക്ക് വിട്ട് 625 ആളുകളുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ബെങ്കേറ്റിട്ട് എന്ത് അപ്പൊ ഈ 625 ആളും 650 ആളും അവന്റെ കൂട്ടുകുടുംബവും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എതിരാകാൻ കാരണം എന്താ? ഈ ചുണ്ണിയായ എന്റെ പേരെന്താ? ചുണ്ണി. ചുണ്ണിയാണ്, വലിയ ചുണ്ണിയാണ്. ചുണ്ണിയാളെ യോഗം കൂടുമ്പോൾ വലിയ സ്റ്റേജ് കസേരട്ടിരിക്കണോ ജന്യാണ്, വലിയ മുദ്രാവാക്യം വിളിക്കണോ ജന്യാണ്. എന്റെ പേരെന്താ? ചുണ്ണി. നേരം വെളുത്താൻ എന്താ പണി? ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞ കേസറ്റ് ആരെങ്കിലും ഇറക്കിയാൽ നാട്ടുകാരെ എന്നിട്ട് അവർക്ക് കയ്യടിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ചിലപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പാർട്ടിക്കാരനെ ആയിക്കോട്ടെ, എന്നെ അള്ളാഹു ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞു, എനിക്കെന്തോ പറയേണ്ട പ്രശ്നമാക്കണം ആവശ്യം.
നമ്മളെ വാർത്തകൾ മാത്രമേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയാൻ പാടുള്ളൂ. അങ്ങനെ എവിടെ കിതാബിലുണ്ടാവും? ഈ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഹത്വം പറഞ്ഞത് ഒരു പക്ഷേ നിന്റെ സംഘടനയല്ല, പുറത്തൊരു സംഘടനയിൽപ്പെട്ട ആളാണ് സങ്കല്പിക്കി. അതിന് നിനക്കെന്താണ്? അവർക്കൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തന്നെയാണ്. എന്നിട്ട് ആ ആളുടെ ഒരു ക്ലിപ്പ് വേറെടുത്തൻ ഇട്ടപ്പോൾ നമ്മൾ അതിനെ ആക്ഷേപിച്ച് നാടാകെ വിടുക. എന്തുകൊണ്ട്? നമ്മളെ സംഘടനയിൽപ്പെട്ട ആളല്ലാത്തോണ്ട് ഓ വഷളായിക്കോട്ടെ. ആരെപ്പറ്റി പറഞ്ഞാണ് ഈ വഷളാകണത്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയണത്. അപ്പൊ ഔലിയായിൽപ്പെട്ടില്ല. അന്തം വേണടാ, അന്തം പീണീന്ന് വാങ്ങിയ കിട്ടൂല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി ആര് പറഞ്ഞു? നിനക്കെന്ത്? സമസ്ത പറയും, ചിലപ്പോ സമസ്ഥാന പറയും, ചിലപ്പോ ദക്ഷിണ പറയും, ചിലപ്പോ അതിലൊന്നും പെടാത്തവർ പറയും. അവർക്കൊക്കെ അവകാശമുള്ളതല്ലേ ആരെ പറ്റി പറയാൻ? നമ്മൾക്കെതിരായ ഒരു സംഘടനക്കാരൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞു, അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ മറ്റൊരുത്തൻ ഇറക്കി എന്ത് കേസറ്റ്, അത് നീ നാടാകെ വിട്ടു, ഈ ജാതി വിട്ടികളെ കൊണ്ട് അപ്പൊ ഇവിടെ ഇസ്ലാം നാശമായത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ വെറുപ്പിന്റെ കാര്യം എന്നറിയാം? ശരിക്കും ഇപ്പൊ നടക്കുന്ന ഈ കറാമത്ത് കഥകളെ നാട്ടുകാർക്ക് ഇഷ്ടല്ല. ഈ മുസ്ലിയാക്കന്മാര് മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറാമത്ത് കഥകളും ഈ മുദബ്ബിറുൽ ആലം അങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങളുണ്ടല്ലോ, അതൊന്നും നാട്ടുകാർക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. മുമ്പൊക്കെ പറഞ്ഞിരുന്നതൊക്കെ ദഹിച്ചിരുന്നു, ഇപ്പൊ പറയണ ദഹിക്കണില്ല. അപ്പൊ എന്ത് ചെയ്തു? ആരെങ്കിലും ഈ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ അതായിരിക്കും ഇവര് ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ആളാരാ? സുന്നി. സുന്നി എന്ന് വിളിക്കപ്പെടുന്ന സമസ്തക്കാരൻ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ സുന്നിയാണ്, പക്ഷെ ഇതൊന്നും ഞാൻ അംഗീകരിക്കൂല. അതിന്റെ അർത്ഥം മൂപ്പര് കാലും മുക്കാലും ആണെന്നാണ്. കാലും മുക്കാല്, കാല് സമസ്ത, മുക്കാല് വഹാബി. അതുകൊണ്ടാണ് അതിനെ സുഹാബി എന്ന് വിളിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പൊ ശരിക്കും സമസ്തയിൽ സുഹാബികളാണ് കൂടുതൽ ഇപ്പോ. അതാണ് മൂപ്പര് പറയണത്. ഒരുപക്ഷെ സമസ്തയിലെ പൂർണ്ണമായ ഒരു സുന്നി എന്ന് വിളിക്കപ്പെടുന്ന സമസ്തക്കാരനായ ഒരു പ്രസിഡന്റ് മൂപ്പരായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഒരു അരയും ആയിരിക്കും. പിന്നെ ഒരു മുക്കാലും കാലും ആയിരിക്കും. പിന്നെ പൂർണ്ണമായിട്ട് അപ്പുറത്തായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. ഹലോ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്. എന്തിന്? കേരളത്തിൽ മുജാഹിദീൻ കുറച്ച് വിശാലാകാൻ പോവാണ്. മനസ്സിലായില്ലേ? സംസ്ഥാനയൊക്കെ ചിലപ്പോ എന്തായിരിക്കും അങ്ങോട്ട് വരുന്നാണ് മൂപ്പര് പറയുന്നത്. ശരിയാണ്. ഞാൻ നോക്കുമ്പോ ഏകദേശം മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ട്? ഈ ആശയമുണ്ട്. കാരണം അത്രത്തോളം ആളുകൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു. കാരണം അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ട വാക്കുപോലും ഇവരെ കുറിച്ച് പറയും. ഒരു മുസ്ലിയാരെ പ്രസംഗം കേട്ടിട്ട് ഞാനിങ്ങനെ തരിച്ചിരുന്നു പോയി. കാരണം അയാള് ഇതുവരെ ഞാൻ കേട്ടതൊക്കെ അയാളത് ഈ ഖുറാഫത്ത് പറയണതാണ്. പക്ഷെ ഇയാളുടെ പ്രസംഗം, ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയാള് പ്രസംഗിച്ച് അങ്ങോട്ട് കേറിയിട്ട് അള്ളാഹുവിന്റെ വഹദാനിയത്ത് അങ്ങോട്ട് പറഞ്ഞ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ഓതി, ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് അള്ളാഹുവിനെ അങ്ങോട്ട് വിശദീകരിച്ചിട്ട് പിന്നെ മടവൂര് ജനിച്ചതും വളർന്നതും അയാളെ വാപ്പ, അയാളെ ഉമ്മ, അയാളെ പഠിപ്പിച്ച ഉസ്താദിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരിക്കലും എന്തുണ്ടെങ്കിലും മൂപ്പര് അല്ലാഹ് എന്ന് പറയാൻ പറ്റൂല. അത് ഞാൻ സമ്മതിച്ചു. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇത് സാധാരണക്കാരിൽ മാത്രമല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജായ ജാമിഅ നൂരിയ അൽ അറബിയ, പട്ടിക്കാട് ജാമിഅ നൂരിയ വരെ വഹാബിസത്തിന്റെ കൂടായി മാറി. മനസ്സിലായോ? അവിടെയാണ് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് അത് പദ്യരൂപത്തിലേക്ക് സൗദിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പണ്ഡിതൻ അവിടെ ജാമിഅ നൂരിയയിൽ പഠിപ്പിക്കുന്ന
മാത്രമല്ല അവിടെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ ഉസ്താദും അവിടെ ഇടയ്ക്കൊക്കെ പഠിപ്പിക്കാൻ പോവുകയും ചെയ്യുന്ന ഫളുഫരി ഉസ്താദ് എന്ത് ചെയ്തത്, അങ്ങനെയാക്കി തീർത്തത്, കവിതാ രൂപത്തിലേക്ക് മാറ്റി. അത് ജാമിഅ നൂരിയയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ വഹാബിസത്തിന്റെ അടിത്തറയായി പറയപ്പെടുന്ന കിതാബു തൗഹീദ് തന്നെ പദ്യരൂപത്തിലേക്കാക്കി അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയണില്ല കേട്ടോ. മിക്കവാറും ഇലാമാരെ തലമണ്ടയിലൊക്കെ അതിന് പാട്ടുണ്ട്. പൊതുവേ മുസ്ലിയാക്കന്മാർക്ക് ഈ കവിതകളോട് വലിയ താല്പര്യമാണ്, പാട്ടുകളോട്. അതുകൊണ്ട് ഞങ്ങൾ ദർസിൽ പഠിക്കുമ്പോൾ കാണാം, നമ്മള് ആദ്യത്തെ 3 വർഷം ഓതുന്ന ഈ നെഹ്ബ് ഗ്രാമറിന്റെ പുസ്തകത്തില്, ആ ഗ്രാമറിന്റെ പുസ്തകത്തില് 1, 2, 3 അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ തുഹ്ഫത്തുൽ വർദിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് കവിതയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നെഹ്വിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ അൽഫിയൻ, 1000-ലധികം ബൈത്തുകളുള്ള ഒരു സാധനം. അതിന് പുറമെയാണ് ബൈത്ത് കിതാബുകളായി പിന്നെ സലാഹുദ്ദീനും അതുപോലെ തന്നെ റസാനത്തും അങ്ങനെ തുടങ്ങുന്ന ധാരാളം കിതാബുകൾ വേറെ. മൊത്തത്തിൽ ഒരു കവിത പഠിപ്പിക്കാൻ ഒരു സംഗതിയാണ്. അതുകൊണ്ടായിരിക്കാം ഫളുഫരി എന്ത് ചെയ്തത്, ഇങ്ങനെ പഠിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം അതൊക്കെ പറഞ്ഞു റെഡിയാക്കി, ഭംഗിയായി എഴുതി, വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണത് വിവാദമാവുന്നത്? അതാണ് അതിന്റെ പ്രത്യേകത. അത് വിവാദമായി തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ കേരളത്തിൽ എടവണ്ണയുടെ തൊട്ടടുത്ത് നമ്മൾ തിരുവാലിയിൽ സംവാദം സംഘടിപ്പിക്കുമ്പോ ആ സംവാദത്തിൽ ഈക്യ വിഭാഗം അഥവാ ഔദ്യോഗിക സമസ്ത വിഭാഗം രംഗത്ത് വന്ന് അവർ വന്ന പശ്ചാത്തലം ഒന്നും ഞാൻ പറയണില്ല. യഥാർത്ഥത്തിൽ അവരവിടെ എഴുതിയ വാദത്തിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്നത് അല്ലെങ്കിൽ അവരെ ഇടയാളന്മാരാക്കി പിന്നെ ദുആ ചെയ്യുന്നത് എന്തല്ല, ശിർക്കല്ല. ശിർക്കാണെന്ന മുജാഹിദിന്റെ വാദം അനിസ്ലാമികമാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഈക്യ സമസ്തക്കാരനായതുകൊണ്ട് അവിടെ നമ്മൾ ഉദ്ധരിക്കേണ്ടുന്ന സുപ്രധാനമായ വിഷയം എന്തായിരുന്നു? ഫളുഫരിന്റെ പുസ്തകം തന്നെയാണ്. നിങ്ങളെ ഉസ്താദ് പറഞ്ഞതായത് ശിർക്കാണ്. നിങ്ങളെ ഉസ്താദ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ശിർക്കാണ്. അത് കേട്ടപ്പോ യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാര് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഓലെ ശ്രദ്ധയിൽ തന്നെ ഇല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പോൾ ഉടനെ ഈ വിഷയം ഇങ്ങോട്ട് വന്ന ഉടനെ നമ്മുടെ MT മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, വഹാബിസം അതിന്റെ ഉള്ളിൽ കൂടുകയറ്റി അവിടേക്ക് കടന്നു കയറി എന്ന് പലരും മുക്രയിടുമ്പോൾ അത് ഒറിജിനൽ ഉള്ള തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി നമ്മൾ സംവാദത്തിൽ അങ്ങോട്ട് ഉദ്ധരിച്ചപ്പോ അതിനെ തടയിടാൻ വേണ്ടി MD പറഞ്ഞൊരൊറ്റ വാക്ക് എന്താ അറിയോ? MD ആകെ പറഞ്ഞൊരു വാക്ക് ഇതാണ്. എഴുതിയ ആളെന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വിശ്വാസമില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ അദ്ദേഹം വിശ്വാസമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശരിക്ക് MD ആകെ പറഞ്ഞൊരു മറുപടിയാണിത്. എന്താ? ത്വൽഉൻ നളീദ് എന്ന് പറയപ്പെടുന്ന കിതാബ്, അതെ, കിതാബ് തൗഹീദിന്റെ പദ്യാവിഷ്കാരം നടത്തിയ ഫളുഫരിക്കും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയിൽ എന്തില്ല വിശ്വാസമില്ലാതെ എഴുതിയതാണ്. വിശ്വാസമില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് മുജദ്ദിദ് എന്ന് പലരും പറയും. എനിക്ക് നിങ്ങളോട് വെറുപ്പാണെങ്കിൽ ഞാൻ നിങ്ങളെ ഔദ്യോഗികമായി നിങ്ങൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന പേര് ഞാൻ പറയും. നിങ്ങളെ പേരങ്ങോട്ട് പറഞ്ഞു പോകുന്നല്ലാതെ. എന്നാൽ ഫളുഫരി എഴുതിയത് എങ്ങനെയാണ്? അദ്ദേഹം മുജദ്ദിദാണ്, പരിഷ്കർത്താവാണ്, മാത്രമല്ല മഹാനായ പണ്ഡിതനാണ്, സമൂഹത്തിന് ഒട്ടേറെ ഗുണം നൽകിയ ആളാണ് എന്ന് തുടങ്ങുന്ന ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞത് മാത്രല്ല, അല്ലാഹുവേ ഞാൻ ഈ ചെയ്ത പണി നാളെ നിന്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ള പണിയാക്കണേ അല്ലാ, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ധാരാളം ഉപകാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണേ. വിശ്വാസമില്ലാത്ത ആളാ? വിശ്വാസമില്ലാത്ത ആളാണോ?
അല്ല, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എഴുതിയത്. ഇനി സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ MT ഈ ഒരു മറുപടി പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം അടിച്ചുപിരിഞ്ഞ മുശാവറ ഉണ്ടല്ലോ, ഇറങ്ങിപ്പോയ മുശാവറ, കള്ളന്മാരാണെന്ന് പറഞ്ഞ മുശാവറ, ആ മുശാവറ പ്രശ്നം ഉണ്ടായപ്പോ ആ പ്രശ്നം ഉണ്ടാകുന്നതിനു മുമ്പ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെ ഒരു തീരുമാനം എന്തായിരുന്നു? ആ തീരുമാനം കേട്ടു നോക്ക് നിങ്ങൾ. അതുപോലെ ജാമിയ നൂരിയ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ്. ആ നേരിട്ടുള്ള സ്ഥാപനമാണെങ്കിലും അന്നേ പാണക്കാട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പി തങ്ങൾ പ്രസിഡന്റും ഉബൈ തങ്ങൾ സെക്രട്ടറി ആയിക്കൊണ്ട് പോരുന്ന ഒരു പാരമ്പര്യത്തിൽ തന്നെ ഇന്നും പാണക്കാട് കുട്ടികൾ തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത്. ആർക്കും എതിർപ്പൊന്നുമില്ല. ഞാൻ അടക്കൽ മെമ്പറാണ് ജാമിയ നൂരിയ. പക്ഷേ അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബിസത്തിന്റെ പിതാവ്, വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ്, അദ്ദേഹം രചിച്ച കിതാബ് തൗഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബ്, അതിലാണ് തുടങ്ങുന്നത് നമ്മുടെ തൗഹീദൊക്കെ. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ തുടങ്ങുന്നത് അവിടെയാണ് മൂപ്പരെ തുടങ്ങുന്നത്. നമ്മളതിന് മുമ്പേ വിശ്വസിച്ച് വരുന്നത്. അതിലാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളാക്കുന്ന പ്രസ്ഥാനം വിഷയമുള്ളത്. ആ കിതാബിനെ കാവ്യരൂപത്തിലാക്കി. അങ്ങനെയുള്ള കാവ്യരൂപത്തിലാക്കും കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖമാണ്. അങ്ങനെയാണ് നമ്മൾ നബിന്റെ കിതാബുണ്ട് അൽഫിയ. അത് നമുക്ക് കുറെ പേര് കാണാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മസല നോക്കിയാൽ ആ പേത്തിന് ഓർമ്മ വരും. അങ്ങനെ കാവ്യരൂപത്തിലാക്കിയത് അദ്ദേഹത്തിന് അതിന്റെ മുഖവരെ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കും പഠിക്കുന്നവർക്കൊക്കെ എളുപ്പമാകാനും മനപ്പാടാക്കാനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വലിയ സേവനം ചെയ്ത ആളാണ് ആ പണ്ഡിതൻ. അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. ആ ഒരു മനുഷ്യന്റെ അഖീദ ശരിയല്ലല്ലോ. കാരണം വഹാബികളുടെ കിതാബ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമാക്കി കൊടുത്ത ഒരു സേവനമാണ് അയാൾ ചെയ്തത്. ആരുടെ അഖീദ ശരിയല്ലെന്ന് പറഞ്ഞു? ആരുടെ അഖീദ ശരിയല്ലെന്ന് പറഞ്ഞു? അഖീദ ശരിയല്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെതല്ല, ഈ പദ്യരൂപത്തിലേക്ക് ആക്കിയ ആളുടെ അഖീദ ശരിയല്ലല്ലോ. മനസ്സിലെ? ഇവിടെയാണ് തിരുവാലി സംവാദത്തിന്റെ പ്രത്യേകത. ഈ ചോദ്യം മുസ്ലിയാക്കന്മാരുടെ തലമണ്ടക്ക് അടികിട്ടിയതാണെന്ന് ബോധ്യപ്പെടാണിപ്പോ. ആ ചോദ്യത്തിനുള്ള മറുപടി രക്ഷപ്പെടാൻ വേണ്ടി MD പറഞ്ഞത് മഹാ നുണയായിരുന്നു എന്ന് മാത്രമല്ല, അയാൾ രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഒരു തന്ത്രം മാത്രമായിരുന്നു എന്ന് ഇപ്പോ സമസ്തയുടെ മുശാവറ കൂടി തീരുമാനിച്ച തീരുമാനം. എന്താ സമസ്തയുടെ തീരുമാനം പറയുന്നത്? അയാളുടെ അഖീദ പിഴച്ചതാണ്. അയാൾക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിൽ വിശ്വാസമില്ല എന്നല്ല, വിശ്വാസത്തോടെ എഴുതിയതാണ്. പിഴച്ചു അയാളുടെ അഖീദ. ആ അഖീദ പിഴച്ചിട്ടുണ്ട്. ആ പിഴച്ച അഖീദ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് ഇതാ മുശാവറ പ്രഖ്യാപിക്കുന്നു. ആ സേവനത്തിന്റെ വലുപ്പം ആലോചിച്ച് നോക്കി. ഇവിടെ കുട്ടികൾ സുന്നികളായി ജീവിക്കുന്ന കുട്ടികളൊക്കെ വഹാബിന്റെ പുസ്തകം മനഃപ്പാഠമാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കണം എന്നുള്ള നല്ലൊരു ഇഖ്ലാസ് നിർദ്ദേശമാണ്. അതെ അതെ, എന്തല്ലേ മുപ്പര് ഇഖ്ലാസ്. അതായത് ഇവിടെ ജാമിയ നൂരിയയിൽ വന്ന് ബിരുദമെടുക്കാൻ പഠിക്കുന്ന മുസ്ലിയാരുട്ടികളുടെ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് പദ്യത്തിലേക്കാക്കി എളുപ്പത്തിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വല്ലാത്ത ഇഖ്ലാസ് തന്നെ കേട്ടോ. മനസ്സിലായോ? അയാൾ ഇഖ്ലാസ് എന്ന് പറയേണ്ടത് തന്നെയാണ്. അതാണ് നമ്മുടെ ഉമർ ഫൈസിയുടെ വർത്തമാനം. ആ ഉദ്ദേശത്തോട് ചെയ്ത ആ മനുഷ്യനെ ജാമിയ നൂരിയയിൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആശയം സമസ്തയിൽ വന്നിട്ടുണ്ട്. ശരിയാണ്. അത് നമ്മുടെ ജാമിയയിൽ ആ ക്ലാസ് പറ്റൂല എന്ന് തീരുമാനിച്ചു. അതാണ് രണ്ടാമത്തെ തീരുമാനം. കണ്ടോ, നമ്മുടെ ജാമിയയിൽ ആ ക്ലാസ് പറ്റൂല. എന്താ കാര്യം? ആളുകൾ വഹാബികളാകുകയാണ്. അപ്പൊ കുട്ടികളെ വഹാബികളാക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളാരാണ്? അവിടുത്തെ ഉസ്താദുമാരും ഉസ്താദുമാരുടെ ഉസ്താദുമാണ്. അതുകൊണ്ട് ജാമിയയിൽ അന്യാതെ പണി നടക്കൂല എന്ന് നമ്മളെ മുശാവറ തീരുമാനിച്ചു. കണ്ടോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. യഥാർത്ഥത്തിൽ തിരുവാലി സംവാദത്തിൽ ആ സംവാദത്തിന്റെ വിഷയമായി നമ്മൾ എഴുതിയ അല്ലാഹുവല്ലാത്തവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടക്കുന്നത് ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്താൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് പദ്യത്തിലാക്കിയ ഫലുഫരിയുടെ പുസ്തകം തന്നെ എടുത്തുദ്ധരിച്ചപ്പോ അതിന് മറുപടി പറയാൻ കഴിയാതെ നിന്ന് ഇപ്പോൾ അതിനുശേഷം ചർച്ചയുടെ മേലെ ചർച്ചയും പ്രശ്നങ്ങളും ഒക്കെയായി അടിച്ചു പിരിയുന്ന മുശാവറയുടെ തൊട്ടു മുമ്പെടുത്ത തീരുമാനം
അത് നടപ്പിലാക്കണ്ട എന്നാണ്, അത് നടത്തണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത് എന്തിനാണെന്നറിയോ? യഥാർത്ഥത്തിൽ ഇവിടെ സമസ്ത വിഭാഗം മുന്നോട്ട് വെക്കുന്ന ഇവരുടെ ഈ ഇടയാള സങ്കല്പം സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാരും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവരുടെ ഈ ആശയത്തിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നില്ല. വലിയ വലിയ ഉസ്താദുമാർ വരെ ഇവരുടെ ഈ ആശയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഇനി നിങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താ? ഇങ്ങനെ മഹാന്മാരെ വിളിക്കൽ അത് വിളിച്ചു പ്രാർത്ഥനയാണ്. ആ വിളിച്ചു പ്രാർത്ഥന ഇസ്ലാമികമായി തെറ്റാണ്, ശിർക്കാണ് ആ പരിപാടി. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ല. ഇതായിരുന്നല്ലോ ശക്തമായി നമ്മൾ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന വസീല തെറ്റാണ്. ഇസ്ലാമിന്റെ വസീലയും നിങ്ങളുടെ വസീലയും രണ്ട് ധ്രുവങ്ങളാണ്. ഇസ്ലാം പറഞ്ഞ വസീല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നു. അതാണ് ഇസ്ലാമിന്റെ വസീല. അതെന്താണ്? മനുഷ്യർ ചെയ്യുന്ന അള്ളാഹുവിനെടുക്കുന്ന ഇബാദത്തുകളെല്ലാം വസീലയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. വബ്തഗൂ ഇലൈഹിൽ വസീല. അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടുവീൻ. എന്താണ് വസീല? എന്താണ് വസീല? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും വസീലയാണ്. മുഴുവനും വസീലയാണ്. മുഴുവനും വസീലയാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം വസീലയാണ്, നോമ്പ് വസീലയാണ്, സകാത്ത് വസീലയാണ്, ഹജ്ജ് വസീലയാണ്, സദഖ വസീലയാണ്, ദിക്റുകൾ വസീലയാണ്, തസ്ബീഹുകൾ വസീലയാണ്. അങ്ങനെ തുടങ്ങി പുണ്യകർമ്മങ്ങൾ അൽ ഖുർബത്തു വത്വാഅ എല്ലാം വസീലയാണ്. ആ വസീലകളിൽ നിർബന്ധമായതുണ്ട്. ആ വസീലകളിൽ ഈ വസീലയാണ് തവസ്സുൽ എന്ന് പറയാ. വസ്സല യുവസ്സിലു, പിന്നെ തൗസീൽ എന്നോ തവസ്സല യതവസ്സലു തവസ്സുൽ എന്ന് പറയുന്നതൊക്കെ അതിന്റെ മുജറദ് വസലയാണ്, വസീലയാണ്. നിർബന്ധമായതുണ്ട്, ഐച്ഛികമായതുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാത്തിനെയും വിളിക്കുന്ന പേരാണ് വസീല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നിങ്ങൾ വസീല, ആ വസീലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കൊണ്ടുള്ള വസീല. അതുപോലെ തന്നെ നമ്മളുടെ അമൽ മുൻനിർത്തിക്കൊണ്ടുള്ള വസീല, പരസ്പരം ദുആ ചെയ്തുകൊണ്ടുള്ള വസീല, ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. പക്ഷേ സമസ്തക്കാരൻ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസീല ഉണ്ടല്ലോ, മഹാന്മാരെ ഇടയാളന്മാരാക്കി വിളിക്കുക, അവരെ വിളിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചതാണ്, പരിശുദ്ധ ഇസ്ലാം എതിർത്തതാണ്, കഴിഞ്ഞകാല മുശ്രിക്കുകൾ ചെയ്ത പണിയാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇവരിപ്പോഴും അങ്ങനെ പറയാം. ഇനി ഞാൻ പറഞ്ഞുതരാം. തിരുവാലി സംവാദത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം, അതിനെ വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുമോ ഇല്ലേ എന്നായിരുന്നു. വിളിക്കുക എന്നത് ശരിയാണ്, പക്ഷെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞെന്തിനാണ്? നേരത്തെ പ്രസംഗിച്ച ആളുടെ വർത്തമാനം കൂടി ഒന്ന് കേട്ടാം, എന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. വിളിക്കുക എന്നത് എങ്ങനെ വന്നതാണ്? ഇഷ്ടപ്പെട്ടവരെ പെട്ടെന്ന് വേദന വരുന്ന സമയത്ത് വിളിക്കുന്നത് സ്വാഭാവികമായും അസ്വാഭാവികമായും സമൂഹത്തിലുണ്ട്. ബോധപൂർവവും അങ്ങനെ വിളിയുണ്ട്, അബോധമായും അങ്ങനെ വിളിയുണ്ട്. രണ്ട് വിളിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ബോധപൂർവം വിളിച്ചതെന്ന് പറയാം. പ്രമാണയോഗ്യമായിട്ടുള്ള ഹദീസ് മഹാനായ ഇമാം ബുഖാരി തന്റെ ഏറ്റവും പ്രസിദ്ധമായ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥം അദ്ദേഹം തലക്കെട്ടിടുന്നത് ബാബുമായ ഖൂലു ഇദാ ഖദറതി റിജ്ലുഹു. ബാബുമായ ഖൂലു, ഒരാൾ പറയേണ്ട വാചകത്തെ പറ്റി പറയുന്ന അധ്യായം. ഇദാ ഖദറതി റിജ്ലുഹു, തന്റെ കാൽ വള്ളി വലിച്ചാൽ. ഞങ്ങളുടെ ഭാഷയിൽ അർത്ഥമാണ് വള്ളി വലിക്കുക. ഇവിടുത്തെ ഭാഷ എന്തായാലും പറയാം, കോച്ച പറയാ അല്ലെ? ആ, കോച്ച എന്ന് ഞങ്ങളുടെ നാട്ടിലും പറയാറുണ്ട്. കോച്ചിയാൽ, കാല് കോച്ചിയാൽ ഒരാൾ എന്ത് പറയണം?
പെട്ടെന്ന് നിൽക്കുന്നതിനിടയിൽ, ഞാൻ സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടാവുന്നതാണല്ലോ അത്, പെട്ടെന്നൊരു വേദന. ഇങ്ങനൊരു വേദന പെട്ടെന്ന് അനുഭവപ്പെട്ടാൽ ഒരാൾ എന്തു പറയണം എന്ന് അധ്യായം ആരുടെ ബാബാണ്? ഇമാം ബുഖാരിയുടെ ബാബ്. ഇമാം ബുഖാരി ഈ തലക്കെട്ട് പറഞ്ഞിട്ട് ഹദ്ദസനാ അബൂ നുഐമിൻ ഖാല ഹദ്ദസനാ. അപ്പോ എന്താണ് പറഞ്ഞത്? സാധാരണ വിളി, അത് സ്വാഭാവികമായ വിളിയുണ്ട്, അസ്വാഭാവികമായ വിളിയുണ്ട്. അതായത് മഹാന്മാരായ ആളുകളെ ഒരു പ്രയാസഘട്ടത്തിൽ, ഒരു വിഷമഘട്ടത്തിൽ വിളിക്കുന്നതിന്റെ വിളി അതൊരു സാധാരണ വിളിയാണ്. അതിനെ വിളിച്ചു പ്രാർത്ഥന എന്ന് പറയില്ല. അത് പറയുന്നത് ഇവരാണ്. യഥാർത്ഥത്തിൽ ഇവരാണ് ജനങ്ങൾക്കിടയിൽ അത് പ്രാർത്ഥനയാക്കി മാറ്റിയത് എന്ന ഒരു നുണ സമൂഹത്തിനിടയിൽ ശക്തമായി ഇവർ പറഞ്ഞു. അതിന് ഉദാഹരണം പറഞ്ഞതാണ്. ഒരു ഹദീസ് പറഞ്ഞു വന്നത് എന്തായിരുന്നു? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് തരിച്ചു. ആ കാല് കോച്ചിയ സന്ദർഭം കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ ഓർക്കൂ. അങ്ങനെ ഓർക്കാൻ പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ കാല് കോച്ചിൽ മാറി എന്നാണ് ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ പറഞ്ഞത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മൾ പറഞ്ഞു, അത് ഇസ്ലാമികമായി വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് തെറ്റാണ്. മറ്റേ സമയത്ത് നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന നിലയ്ക്ക് ഒരാളെ ഓർക്കുകയോ ഒരു ശ്രദ്ധ മാറുന്ന രൂപത്തിലോ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരാളെ വിളിക്കുകയാണെങ്കിൽ അത് വിളിച്ചു പ്രാർത്ഥന തന്നെയായി വരും. എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ സമസ്തക്കാർക്കെതിരെ അവരിറക്കിയ ഈ പുസ്തകമാണ് സംവാദത്തിൽ വായിച്ചത്. ഈ സംവാദത്തിൽ നമ്മൾ വായിച്ച പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ പേര് തിരുത്തപ്പെടേണ്ട ധാരണകൾ, മഫാഹീമു യജിബു അൻ തുസഹഹ്. ശരിയാക്കൽ നിർബന്ധമായ, ശരിയാക്കപ്പെടൽ നിർബന്ധമായ ധാരണകൾ ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയതാണ്. അതിൽ അദ്ദേഹം, ഈ പുസ്തകം അറബിയിലാണ്. മുഹമ്മദ് അലവി മാലിക് മക്കി അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ആ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ഈ ഞാൻ പറഞ്ഞ ഹദീസ് എടുത്തു കൊടുത്തു, അതിന്റെ അർത്ഥവും കൊടുത്തു. ഇനി പറഞ്ഞു കേട്ടോണേ. ഇതിൽ കാണാം, ഈ പറയപ്പെടുന്ന കാര്യം ഇത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള തവസ്സുലാണ്. വിളിച്ചു പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള തവസ്സുലാണ്. യഥാർത്ഥത്തിൽ വിളിക്കുന്ന തവസ്സുൽ എന്നല്ല, വിളിച്ചു പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള തവസ്സുലാണ് എന്ന് തന്നെ വളരെ കൃത്യമായി ഇവർ എഴുതി വെച്ചത് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഇത് കാണിച്ചു കൊടുത്തു, ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു നമ്മൾ ജനങ്ങളെ. ഇവർ ചെയ്യുന്നത് വിളിച്ചു പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെ പുസ്തകങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ തവസ്സുൽ ശിർക്കാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഇസ്ലാമിന്റെ വസീലയല്ല, സമസ്തക്കാരന്റെ തവസ്സുൽ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഈ വാചകം തന്നെ യഥാർത്ഥത്തിൽ മതിയായതാണ്. ഇതൊന്ന് വായിച്ചു കൊടുത്തു. മാത്രല്ല, ഇത് നമ്മൾ അവിടെ പറഞ്ഞു. നിങ്ങൾക്ക് തവസ്സുൽ ഞാൻ പഠിപ്പിച്ചുതരാം. ഇതാ, ഇതേതാ തവസ്സുല്? കേട്ടോ, നിങ്ങൾ അലവി മാലിക് എഴുതിയതാ. കാശ്മീരെ തള്ളി ഫലുഫരിയെ തള്ളാൻ നിൽക്കുന്നു. കാരണം ഫലുഫരിക്ക് എഴുതിയതിനെ കുറിച്ച് വിശ്വാസമില്ല എന്നാണ് പിന്നെ MD ദാരിമി പറഞ്ഞത്. അത് അയാളെ കൊണ്ടൊന്ന് പരസ്യമായി പറയിപ്പിക്കാവോ? നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾക്ക് വെറുതെ വർത്താനം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കൊന്നും വേണ്ട. ഇത് കേട്ടോ, ഇത് തിരുത്തപ്പെടേണ്ട ധാരണകൾ. എന്താ പറഞ്ഞത്? പ്രവാചകനോട് സഹായം തേടിയ വിഷയത്തെ കുറിച്ച് പറഞ്ഞ ഇത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള തവസ്സുലാണ്. ഇനി അടുത്തത് ഇനെന്താ? മലക്കുകളെ വിളിച്ച് സഹായം തേടാ, ജിന്നുകളെ വിളിച്ച് സഹായം തേടാ. അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇതൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടുള്ള തവസ്സുലാണ്. മനസ്സിലായോ? നിങ്ങൾ രണ്ടാളെ ഒരുമിച്ച് അവിടെ കിടത്തിയത് ആരാണെന്ന്? ആരാ കിടത്തിയത്? കണ്ടോ? എത്തിയത് അലവി മാലിക്കിയ. ഇങ്ങോട്ട് ഞങ്ങളെ പറഞ്ഞപ്പോ കൊണ്ടത് അലവി മാലിക്കായി ആയിപ്പോയി. കണ്ടോ? അവ നമ്മൾ കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്ത, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കൻ തവസ്സുലാണ്. നിങ്ങൾ ചെയ്യുന്ന തവസ്സുൽ ശിർക്കാണ്. കാരണം
അത് മഹാന്മാരെ വിളിച്ചു തേടിക്കൊണ്ടുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല, ഇത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ കാണിച്ച അതേ സാധനം തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന തവസ്സുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലവി മാലിക്കി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, ആ വാചകം നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇതൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടുള്ള തവസ്സുലാണ്. ഇത് മലക്കുകളെ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ, യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ എന്ന് തുടങ്ങുന്ന ആ വാചകം വിളിച്ചു പറയുമ്പോ അതവിടെ നടക്കുന്ന പണി എന്താണ്? അത് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടുള്ള തവസ്സുലാണ്. ഇത് നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ് അവിടെ. യഥാർത്ഥത്തിൽ ഇവരുടെ ഇവർ ചെയ്യുന്ന തവസ്സുൽ അത് ഇസ്ലാമികമല്ല. ഇസ്ലാമിലെ തവസ്സുൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇതാവട്ടെ ശിർക്കൻ തവസ്സുലാണ്. ഇനി നിങ്ങൾ നോക്കൂ, തിരുവാലി സംവാദം എന്ന് പറയുന്നത് അതൊരൊറ്റപ്പെട്ട സംഗതിയല്ല, മറിച്ച് 983 കൊട്ടപ്പുറത്ത് വെച്ച് ഒരു സംവാദം നടന്നിട്ടുണ്ട്. ധാരാളം ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, സലഫി പ്രസ്ഥാനത്തിലേക്ക് വരാൻ കാരണമായി തീർന്ന കൊട്ടപ്പുറം സംവാദം. ആ കൊട്ടപ്പുറം സംവാദത്തിലെ 3-ാമത്തെ ദിവസം എന്തായിരുന്നു? ആ 3-ാമത്തെ ദിവസത്തെ വിഷയം, കൊട്ടപ്പുറം സംവാദത്തിലെ 3-ാമത്തെ ദിവസം എന്തായിരുന്നു വിഷയം? ആ വിഷയം തവസ്സുലായിരുന്നു വിഷയം. ആ തവസ്സുലിൽ മുജാഹിദുകളുടെ വാദം എന്തായിരുന്നു? മുജാഹിദുകളുടെ വാദം എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. മുജാഹിദുകൾ പക്ഷത്തിന്റെ വാദം എന്താണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാകുന്നു എന്നതാണ്. ഇതായിരുന്നു കൊട്ടപ്പുറം സംവാദത്തിൽ നമ്മൾ എഴുതിയ വാദം. നിങ്ങൾ നോക്കണേ, കൊട്ടപ്പുറം സംവാദത്തിൽ മുജാഹിദുകൾ എഴുതിയ വാദമാണ്. അന്ന് AP അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്, അതുപോലെ തന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുണ്ട്, അതുപോലെ CP ഉമർ സുല്ലമിയുണ്ട്. അതിലിപ്പോൾ ജീവിച്ചിരിക്കുന്നത് CP ഉമർ സുല്ലമിയാണ്. അന്ന് കൃത്യമായ വാദം. നമ്മള് തിരുവാലി സംവാദത്തിന്റെ വിഷയം എഴുതിയപ്പോ, വാദം എഴുതിയപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉറഞ്ഞുകൊള്ളാൻ തുടങ്ങി. എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരെഴുത്തെഴുതാൻ പാടുന്നു, ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു, അതല്ല സഹോദരങ്ങളെ, ഇത് നമ്മൾ 983 നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമസ്തയിലെ അന്നത്തെ പ്രഗത്ഭരായ നേതാക്കന്മാരുമായി സംവാദം നടത്തിയപ്പോ എഴുതിയ വാദമാണ്. അതെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാകുന്നു. തിരുവാലി സംവാദം എന്നത് കൊട്ടപ്പുറത്തിന്റെ സെക്കൻഡ് വെർഷനാണ്. ഈ സംവാദവും തവസ്സുൽ വിഷയമായി സംവാദം നടത്തുന്ന 2-ാമത്തെ വെർഷനാണ്. യഥാർത്ഥത്തിൽ കൊട്ടപ്പുറത്ത് എഴുതിയ അതേ വാദം തന്നെയാണ് ഇവിടെയും എഴുതിയത്. എന്ന രസം താരങ്ങള്, കൊട്ടപ്പുറത്ത് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് പിന്നെ ഇവിടെയും സംഭവിച്ചത്. അതെന്താ? ഇവിടെ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോ തവസ്സുൽ സംവാദവുമായി ബന്ധപ്പെട്ട് ചർച്ച കടന്നു വന്നു. നമ്മൾ ചർച്ച എഴുതി, നമ്മൾ വിഷയം പറഞ്ഞു, ഈ തവസ്സുൽ, നിങ്ങൾ ചെയ്യുന്ന തവസ്സുൽ ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ ചോദ്യോത്തരം കടന്നു വരുന്നു. കൃത്യമാണ്. ഞാൻ ആ 3-ാം ദിവസത്തെ തവസ്സുലിന്റെ ആ ഭാഗങ്ങൾ ഉമർ സുല്ലമി അവതരിപ്പിച്ച വിഷയം നോക്കുങ്ങള്. നബിയുടെ ഹക്ക് കൊണ്ട് എന്റെ ദോഷം പുറത്തു തരണേ റബ്ബേ എന്ന തവസ്സുലല്ല വ്യവസ്ഥയിൽ എഴുതിയത്. ശ്രദ്ധിച്ചോളണം. ഇനി നിങ്ങൾ തിരുവാലി സംവാദം ആലോചിച്ച് നോക്ക്. അവര് തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞത് ഹക്ക്, ജാഹ്, ബർക്കത്ത്, ഹക്കുണ്ട്, ബർക്കത്ത് കൊണ്ട്, ഇതായിരുന്നു വിഷയം. സെയിം പണിയായിരുന്നു കൊട്ടപ്പുറത്തെടുത്തത്. അന്ന് ഉമർ സുല്ലമി വിഷയാവതരണത്തിൽ പറഞ്ഞ വാക്കാണ്, നബിയുടെ ഹക്ക് കൊണ്ട് എന്റെ ദോഷം പുറത്തു തരണേ റബ്ബേ എന്ന തവസ്സുലല്ല വ്യവസ്ഥയിൽ എഴുതിയത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി
മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാകുന്നു എന്നാണ് എഴുതിയത്. അള്ളാഹുവിലേക്ക് ആരെങ്കിലും അടുപ്പിക്കണമെങ്കിൽ പ്രാർത്ഥന ആ അടുപ്പിക്കുന്ന ആളോടായിരിക്കണമല്ലോ. അതാണ് വിഷയാവതരണത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അത് ശിർക്കാണെന്ന് ഇതിൽ സ്ഥാപിക്കുന്നു. അതാണ് ലേഖൻ. അത് എഴുതിയ ആള് കൃത്യമായി പറയാൻ. അപ്പൊ മഹാന്മാരെ വിളിച്ചു തേടുന്നത് ശിർക്കാണെന്ന് അന്ന് ബോധ്യപ്പെടുത്തി. ഇനി മാത്രല്ല, ഇനിയും ചില കാര്യങ്ങൾ പറയട്ടെ. ഈ വിഷയം പറഞ്ഞപ്പോ മുസ്ലിയാക്കന്മാര് കുതറി. നോക്ക്, ചോദ്യം വരുന്നു. ആ ചോദ്യം എന്താ? ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവാലി സംവാദത്തിൽ വന്നതുപോലെ ഹക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നത്. അതിന് ഉത്തരം കേട്ടോ. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച വാദവിഷയത്തെ കുറിച്ചാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണെന്നാണ് ഞങ്ങൾ വാദിച്ചത്. ഇതാണ് ശിർക്കായി തീർന്ന തവസ്സുൽ. മരിച്ചുപോയ മഹാത്മാക്കൾ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്ത് കാര്യം സാധിച്ചുവരുമെന്ന് കരുതി അവരോട് നടത്തുന്ന ഈ പ്രാർത്ഥന ശിർക്കാണെന്ന് നിങ്ങൾക്കും ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു വാദപ്രവത്തിൽ വെച്ച് ഹക്ക് കൊണ്ടുള്ള തവസ്സുലിന്റെ ഹുക്കം എന്താണെന്ന് ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അതാ ഞാൻ പറഞ്ഞത്, തിരുവാലി സംവാദം എന്നത് കൊട്ടപ്പുറത്തിന്റെ സെക്കൻഡ് വെർഷനാണ്. അവിടെ എന്താണോ നടന്നത് അത് തന്നെയാണ് മുസ്ലിയാക്കന്മാർ ഇവിടെയും പയറ്റാൻ ശ്രമിച്ചത്. പക്ഷേ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അന്നവർക്ക് രക്ഷപ്പെട്ടു പോകാൻ അണികൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് അണികൾ തക്ബീറൊക്കെ മുഴക്കി നോക്കി. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇടപെട്ടത് കൊണ്ട് തന്നെ പതുക്കെ അടങ്ങിയിരിക്കേണ്ടി വന്നു. ഞാൻ തന്നെ ഇടപെടേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, മര്യാദക്ക് ഇരിക്കണം അവിടെ. ഞങ്ങൾ വിഷയം പറയും, കേട്ടവിടെ ഇരുന്നാ മതി, ഇവിടെ വികാരപ്രകടനം വേണ്ട എന്ന് അടക്കിയിരുത്തേണ്ടി വന്നു. പക്ഷെ കൊട്ടപ്പുറത്ത് സംഭവിച്ചില്ല. കൊട്ടപ്പുറത്ത് കല്ലെറിഞ്ഞ് കൂക്കുവിളിച്ച് അത് നിർത്തിവെക്കാൻ അവർ അങ്ങേയറ്റം ശ്രമിച്ചു. അതിലവർ വിജയിച്ചു. പക്ഷെ തിരുവാലിയിൽ രക്ഷപ്പെട്ടില്ല. അവിടെ അവസാനം വരെ ഹക്കും ജാഹും വെച്ചുകൊണ്ട് കളിക്കാൻ ശ്രമിച്ചു. പക്ഷെ വിട്ടില്ല. നിങ്ങളുടെ തവസ്സുൽ ശിർക്കാണ്. ഞാൻ ഈ വിഷയാവതരണത്തിൽ അവരോടൊരു കാര്യം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ ഞങ്ങൾ മുജാഹിദുകൾ വിഷയം അവതരിപ്പിക്കുമ്പോ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞ തവസ്സുലിന്റെ പ്രാർത്ഥനകൾ, റബ്ബനാ റബ്ബനാ തുടങ്ങുന്ന പ്രാർത്ഥനകൾ ധാരാളം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചാൻ പറഞ്ഞു. ഈ സംവാദം തീരുന്നതിനിടയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വസീലുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന തവസ്സുൽ, അതിനോട് അത് യോജിപ്പിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം ഈ സംവാദം തീരുന്നതിനിടയ്ക്ക് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇല്ല, അവസാനം വരെ നടന്നില്ല. അവസാനം വരെ നടന്നിട്ടില്ല. അവിടെയാണ് സമസ്തക്കാരൻ ഉയർത്തിപ്പിടിക്കുന്ന തവസ്സുൽ, ആ വസീല, അത് അപകടമാണെന്നും അത് യാതൊരു ഉപകാരവും കിട്ടില്ല എന്നും ബോധ്യാകുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ആ സംവാദത്തിൽ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് സമസ്ത മുശാവറയിൽ നടക്കുന്ന, ഇന്ന് സമസ്തയുടെ ഏറ്റവും മുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പോലും പരിഹരിക്കാൻ ഇവർ വിളിച്ചു തേടുന്ന ഇടയാളന്മാർക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നീ സമൂഹത്തിന് ഒന്നുകൂടി ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ശംസുൽ ഉലമക്ക് ഇടപെടാൻ പറ്റൂലേ? ബരക്കലിന് ഇടപെടാൻ പറ്റൂലേ? ഇനി കണ്ണിയത്തിൽ ഇടപെടാൻ പറ്റൂലേ? വേണ്ട. ഇവർ രണ്ടു കൂട്ടരുടെയും വലിയ നേതാവായ CM ഇടപെട്ടൂടെ? ഒരിടയാളനും ഇടപെടാൻ പറ്റൂല. പരിഹരിക്കേണ്ടത് ഇവര് തന്നെ പരിഹരിക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇനി അടുത്തൊരു വാചകം കൂടി ചേർത്ത് വെക്കാണ് ഞാൻ. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രാർത്ഥന? ഈ വിളിയും പ്രാർത്ഥനയും, വിളിക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കലില്ല. പ്രാർത്ഥന വേറെയാണ്, വിളി വേറെയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ പ്രാർത്ഥന? അത് നമ്മളൊന്ന് പഠിക്കണമല്ലോ. അതും കൂടെയാണ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഈ പുസ്തകം വ്യക്തിത്വ വികസനം ഇസ്ലാമിക മാർഗരേഖ, ഇത് അവിടെ നിറക്കിയ പുസ്തകമാണ്, അവരുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം. നോക്കൂ, പ്രാർത്ഥന എന്നൊരു അധ്യായം. മധുരവും കയ്പും നിറഞ്ഞതാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ വിശദീകരിക്കാം. ഇനി എപ്പോഴാണ് പ്രാർത്ഥന ആവുക എന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥന ആകുന്നത് എപ്പോഴാണ്? നോക്കിക്കോളൂ.
ഈ വാചകങ്ങൾ ശരിക്കു വായിക്കേണ്ട വാക്കാണ്. ഈ വാചകം ശരിക്കു വായിക്കേണ്ടതാണ്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇതൊരു മുജാഹിദുകാരന്റെ, ഒരു മുജാഹിദ് പണ്ഡിതന്റെ വാക്കേ അല്ല. ഇതൊരു മുജാഹിദ് പണ്ഡിതന്റെ വാക്കല്ല. യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന? നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്നും അത് വാദം നിങ്ങളേതാണ്, നിങ്ങൾ കൊണ്ടുവന്നാണെന്നും അങ്ങനെ പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾ ഇത് വായിച്ചു നോക്കുങ്ങള്. ജീവിത സാഗരത്തിൽ മുങ്ങുന്ന മനുഷ്യന് എല്ലാ ഭൗതിക പിടിവള്ളിയും ഒരു വേള നഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കണേ, ഒരു വേള നഷ്ടപ്പെടുന്നത് ഭൗതികമായ പിടിവള്ളിയാണ്. അപ്പോൾ മറ്റെല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അവൻ മോചിതനാകുന്നു. അവന്റെ ഹൃദയം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്ത് ചോദിച്ചാലും കൊടുക്കാനും തിരസ്കരിക്കാനും കഴിവുള്ള ഏക ശക്തിക്കു മുമ്പിൽ അവൻ തലകുനിക്കുന്നു. ഇതോടെ അല്ലാഹുവിലുള്ള വിശ്വാസം പ്രോജ്വലമായി തീരുന്നു. ഇതുവരെ തന്നെ ധിക്കരിച്ച കാഫിർ പോലും ഈ പരാശക്തിയിൽ അഭയം തേടുന്നു. അവനും അപ്പോൾ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്നു. കണ്ടോ, എപ്പോഴാണ് പ്രാർത്ഥന വരുന്നത്? ഭൗതികമായ പിടിവള്ളികൾ മുഴുവനും നഷ്ടമാകുമ്പോ. മനസ്സിലായോ? ഇനി രണ്ടു വരി താഴേക്ക് നോക്കുങ്ങള്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ ഉത്തരം നൽകുന്നതാണ്. നിങ്ങൾ എന്നോട് ദ്വാരക്കുക, ഉദ്ഊനി അസ്തജിബ് ലക്കും. ആയത്തുദ്ധരിച്ചു. ഇനി അവസാനം പറഞ്ഞ കേട്ടോ, തന്നെ സഹായിക്കാൻ ഒരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല എന്നവൻ വിശ്വസിക്കുന്നു. തന്റെ ദാതൻ മാത്രമാണ് സഹായിക്കാനുള്ളതെന്ന് അവൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അവൻ തന്നെ രക്ഷിക്കുമെന്നവൻ പ്രത്യാശിക്കുന്നു. ഇതല്ലേ മുജാഹിദുകൾ പറഞ്ഞത്? നോക്കുന്നുണ്ട്, ഇതല്ലേ മുജാഹിദുകൾ പറഞ്ഞത്? അല്ലേ? ഇപ്പോഴും ആളുകൾക്ക് തിരിയാത്തൊരു പണി ഇതാണ്. ഭൗതികമായി തന്റെ പിടിവള്ളി അവസാനിക്കുന്നു. അതിനാ നമ്മൾ പറഞ്ഞ മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നെ വരുന്നത് അല്ലാഹു മാത്രമാണ്. മനുഷ്യന്റെ ഭൗതികമായ എല്ലാ കഴിവുകളും അവസാനിച്ചു, ഇനി ഒന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പിന്നെ അർഹൻ അല്ലാഹു മാത്രം. അഥവാ ഒരു മനുഷ്യന്റെ ഭൗതികമായ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചാൽ അടുത്തത് വിളിക്കാനുള്ളത് അല്ലാഹുവിനെ മാത്രം. ആ വിളിയാണ് പ്രാർത്ഥന. ആ വിളിയെയാണ് പ്രാർത്ഥന എന്ന് വിളിക്കുക. ഇതാണ് മുജാഹിദുകൾ പറഞ്ഞത്. ഈ പ്രാർത്ഥന അല്ലാഹുവിനോട് പാടുള്ളൂ. പാപ്പാ പ്രാർത്ഥനയല്ല. ഉമ്മാ ഒരാൾ വിളിക്കാണ്, പ്രാർത്ഥനയാണോ? അല്ല, വിളിയല്ല പ്രാർത്ഥന. തന്റെ ഭൗതികമായ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെ മാത്രം. ഇത് കേരളത്തിലെ സമസ്തക്കാർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തതാ. കണ്ടോ, ഇപ്പോഴവരെന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ലാഹുവിലേക്ക് മാത്രം പ്രാർത്ഥിക്കണം. പരിശുദ്ധ ഖുർആൻ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. ഈ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നത് ഇത് നമ്മൾ സംവാദത്തിൽ ഉദ്ധരിച്ചതാ. രസമുണ്ട്, നിങ്ങൾ ആ സംവാദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഞാൻ എന്റെ വിഷയാവതരണത്തിൽ നമ്മളിത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇത് ബോധ്യപ്പെടുത്തി കൊടുത്ത ചോദ്യോത്തര സെഷൻ വന്നപ്പോ MD പറഞ്ഞു, നിങ്ങളെ റാജി മിത്തുഖാനും ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറക്കാൻ ശ്രമിച്ചു. ഞാൻ സൂര്യനോട് പറഞ്ഞു, ഇപ്പൊ മറുപടി പറയണ്ട. സൂര്യനോട് പറഞ്ഞു, എന്ത് ആ വിഷയം നിങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചോളൂ, എപ്പം നമ്മൾ മറുപടി പറയാൻ പറഞ്ഞേക്ക്. കാരണം ഇപ്പോ നിങ്ങളെ ഈ ഇതുമ്മൽ കെട്ടിയിട്ടിട്ട് ഓല് രക്ഷപ്പെടാനുള്ള പണിയാണ്. അതുകൊണ്ട് ഇപ്പൊ മറുപടി പറയണ്ട. ഇവർ 2 പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം സൂര്യ മറുപടി പറഞ്ഞു. അതിനുശേഷം അവരുടെ ചോദ്യോത്തര സെഷൻ അവരിങ്ങോട്ട് ചോദിക്കുന്നതിൽ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ തന്നെ ഞാൻ റാജിയും ഇത്ഖാനും വീണ്ടും വായിച്ചു. എന്താണെന്നറിയോ? ഈ റാജിയും ഇത്ഖാനും എന്ന് പറയുന്നത് ഇവരുടെ സമസ്തയുടെ ഈ ഇടയാള സങ്കല്പത്തിന്റെ അടിവേരെറുക്കുന്നതാണ്. ഈ 2 പണ്ഡിതന്മാരെന്ന് പറയുന്ന സമസ്തക്ക് തള്ളാൻ പറ്റാത്ത പണ്ഡിതരുമാണ്. ഞമ്മക്കൊരു കുഴപ്പമില്ല, കാരണം ഞമ്മക്ക് ഏത് പണ്ഡിതനും ബാധ്യതയില്ലല്ലോ.
എല്ലാവരും പണ്ഡിതന്മാർ നമ്മൾ അസറ്റുകളാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആനും സുന്നത്തിനും എതിരായി പറഞ്ഞാൽ അത് തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കേണ്ട ഗതികേടൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. നമ്മളപ്പോഴേ ഇറക്കി താഴെ വെക്കും. മുപ്പരാ പറഞ്ഞത് തെറ്റാട്ടോ. ഇബ്നു തൈമിയ്യാണോ പറഞ്ഞത് ഖുർആനും സുന്നത്തിനും എതിരാണോ? ഇബ്നു തൈമിയ്യ മാറ്റിവെക്കും. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണോ പറഞ്ഞത് ഖുർആനും സുന്നത്തിനും എതിരാണോ? മാറ്റിവെക്കും. മുജാഹിദുകള് റമദാനിൽ എത്ര റക്അത്ത് നിസ്കരിക്കും? തറാവീഹ് എത്ര റക്അത്ത് നിസ്കരിക്കും? എത്ര? 11 റക്അത്ത്. എന്താ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള എഴുതിയത്? 11 അഫ്ളൽ, 23 ആണെങ്കിലും എന്ത് ചെയ്യാം? നിസ്കരിക്കാം. എന്താ മുജാഹിദുകൾ എടുക്കാഞ്ഞത്? അത് നേർക്ക് നേരെ പ്രമാണത്തോട് യോജിക്കുന്നതല്ല, അത് ഇജ്തിഹാദുമായി ബന്ധപ്പെട്ടതാണ്. അതവിടെ വെക്കാം. പ്രമാണത്തിൽ വന്നത് 11, അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. എന്നാൽ സമസ്തക്കാരൻ അതല്ല. സമസ്തക്കാരൻ ഇമാമ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. ഈ വാദത്തിലേക്ക് എത്തിപ്പെട്ട വേറെ ചില ആളുകളും കുടുങ്ങിയത് ഇപ്പൊ അവിടെയാണ്. ഇമാമിങ്ങൾ തെറ്റിയോ, ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. ഓൽക്കും തള്ളാൻ പറ്റൂല. മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനല്ല. അതിൽ കൃത്യമാണ്, അതിൽ വ്യക്തമാണ്. അള്ളാഹുവിന്റെ ഖുർആനോടും തിരുസുന്നത്തിനോട് യോജിച്ചതാണോ എങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിലോ സ്വീകരിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി തന്റെ അൽ-ഇത്ഖാൻ ഫീ ഉലൂമിൽ ഖുർആൻ എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ആ ചുവന്ന കളറിലിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളി. അവിടെ കാണാം ഈ ആയത്ത് വിശദീകരിക്കുന്നു. വഅദത്തു സുആൽ യജി ജവാബുഹു ഫിൽ ഖുർആൻ ബിഖുൽ. ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോഴെല്ലാം കുൽ എന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. പക്ഷെ ഇവിടെ എന്തില്ല? ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ എന്ന് പറഞ്ഞിട്ടില്ല. ഫഇന്നി ഖരീബൻ. എന്താ കാരണം? ഹുദിഫത്ത്. ആ ഖുൽ എന്നത് കളയപ്പെട്ടു. എന്തിനിൽ? ഇശാറത്തി, സൂചന നൽകാൻ വേണ്ടിയാണ്. എന്തിലേക്ക് സൂചന? ഇലാ അന്നൽ അബ്ദ, തീർച്ചയായും ഒരു അടിമ ഫീ ഹാലത്തി ദുആ, ദുആഇന്റെ സന്ദർഭത്തിൽ, പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ, ഫീ അസ്റഫിൽ മഖാമാത്ത്, അയാൾ നിലകൊള്ളുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ലാ വാസിത്തത ബൈനഹു വ ബൈന മൗലാഹു, അവിടെ അവനും അവന്റെ യജമാനനും ഇടയിൽ മധ്യവർത്തിയില്ല, ഇടയാളനില്ല. പോരെ, സമസ്തയുടെ ഇടയാള സങ്കല്പത്തിന്റെ അടിവേലറുക്കാൻ സുയൂത്തിയുടെ ഇത്ഖാനിന്റെ വാചകം യഥേഷ്ടം പോരും. ഇനി അടുത്ത വാക്ക് നോക്കുങ്ങള്. ഇത് അവരുടെ തന്നെ മറ്റൊരു വലിയ പണ്ഡിതൻ ഇമാം ഫഖ്റുദ്ദീൻ അർ-റാസി, അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ ഇതേ ആയത്ത് വിശദീകരിക്കുന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞിട്ട് വലം യഖുൽ ഫഖുൽ, ഇന്നി ഖരീബ് എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം? ഫതദുല്ലു, അങ്ങനെ പറയാത്തത് അറിയിക്കുന്നുണ്ട്. അലാ തഅലീമി ഹാലി ദുആഇ മിൻ വുജൂഹിൽ, പല നിലക്കും ദുആഇന്റെ സന്ദർഭം അതിമഹത്താണെന്ന് അറിയിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് കഅന്നഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പോലെയുണ്ട്. എന്താ പറയുന്നത്? അബ്ദി, എന്റെ ദാസ, അൻത നീ ഇന്നമാ തഹ്താജു ഇലൽ വാസിത്തതി ഫീ ഗൈരി വഖ്തി ദുആ, ദുആഇന്റെ സമയമല്ലാത്തതിൽ നിനക്ക് വാസിത്വ വേണം, മറ്റു കാര്യങ്ങളൊക്കെ ഇടയാളന്മാർ വേണം. അമ്മാ ഫീ മഖാമി ദുആ ഫലാ വാസിത്തത ബൈനി വ ബൈനക, ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്കും നിനക്കുമിടയിൽ ഒരിടയാളൻ വേണ്ട. പോരെ പോരെ, കേരളത്തിലെ സമസ്തക്കാരന്റെ അടിവേരറുക്കുന്ന വാചകങ്ങളാണ്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ സംവാദത്തിലെടുത്തുദ്ധരിച്ചത്. ഈ ബോധ്യപ്പെടുത്തിയാൽ അതോടെ തീരുന്നു ഈ സമൂഹത്തിന്റെ എല്ലാ സംഗതികളും. പിന്നീട് അവർ 2 പ്രാവശ്യം അത് വെളുപ്പിക്കാൻ നോക്കി. 2 സ്ഥലങ്ങളിൽ അവർ വിശദീകരണം വെച്ച് വെളുപ്പിക്കാൻ നോക്കി. ഒരു വിശദീകരണത്തിന് മറുപടി കൂടി കൊടുത്തോടുകൂടി പിന്നെ കിട്ടാനില്ല. പിന്നെ ഇപ്പൊ സംവാദവും കേൾക്കാനില്ല, മറുപടിയും കേൾക്കാനില്ല. കാരണം അത്രത്തോളം, അതായത് കൊട്ടപ്പുറത്തിന് ശേഷം അവരുടെ തലമണ്ടക്ക് കിട്ടിയ 2ാമത്തെ അടിയായിരുന്നു തവസ്സുൽ വിഷയത്തിൽ
തിരുവാലിയിൽ വെച്ച് നടന്ന സംവാദം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ബോധ്യപ്പെടേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദീനിൽ ഇങ്ങനെ ഒരു തവസ്സുൽ, ഇങ്ങനെ ഒരു വസീല അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. അത് സമസ്തക്കാരൻ പിന്തിരിപ്പനായി കള്ളക്കഥകളും സൂഫി കഥകളും കൊണ്ട് അലങ്കരിച്ചു കൊണ്ടുവരുന്ന ഈ സംഘടനയുടെ നിലനിൽപ്പിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ആശയം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ ആശയം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ശക്തമായി ദഅ്വാ രംഗത്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.